കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അപ്പോൾ എഫെസോസ് സഭയ്ക്ക് അല്ലെങ്കിൽ എഫെസ്യരോട് പറയുകയാണ്, ഓരോ അധ്യായത്തിലെയും വിഷയങ്ങൾ നമ്മൾ ചുരുക്കമായിട്ടൊന്ന് ചിന്തിച്ചു. 1-ാം അധ്യായത്തിൽ സർവജ്ഞനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ യാതൊരു യോഗ്യതയും നോക്കിയല്ല, നമുക്ക് യോഗ്യതയില്ല, അതാ നമ്മുടെ യോഗ്യത. ഒരു യോഗ്യതയില്ല. സ്തോത്രം. ചിലരുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടാൽ ചാൾസ് രാജകുമാരനാന്നുള്ള രീതിയിലാ ഇരിപ്പ്. വിക്ടോറിയ രാജ്ഞി വന്ന് യോഗത്തിനിരിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ചിലരുടെ, എല്ലാവരുടെ തന്നെ. നമുക്ക് യാതൊരു യോഗ്യതയില്ല. സ്തോത്രം. യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ട് അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. സ്തോത്രം. 1-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്തു, 2-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്തവരെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. 3-ാം അധ്യായത്തിൽ ക്രിസ്തുയേശുവിന്റെ അപ്രമേയ ധനം അതാ വിസ്തരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. നമ്മളതാ പകല് ഒന്ന് ചിന്തിച്ചത്. അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. അതിലൊരുത്തൻ പിശാചായിരുന്നു. അവനെ പിശാചാന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ മറ്റുള്ളവർ ഇടയ്ക്കിടയ്ക്ക് പിശാച് ഇടപെടും പോലെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ട് വീട്ടിൽ പറഞ്ഞപ്പോൾ. ചിലതിൻ്റെ സംസാരം കേൾക്കുമ്പോഴും ഇത് പിശാചാന്ന്. ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ഇത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോന്ന്. യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്, നമ്മളെ ചിലർക്ക് സമയം ഒന്ന് കൊടുത്തേ, അവരെ ലോകകാര്യം പറഞ്ഞാ കൂടുതൽ നിൽക്കുന്നത്, വചനത്തിൽ നിന്ന് അധികം പറയത്തില്ല. ലൗകിക കാര്യം അതാ. വീട് വെച്ചത്, വണ്ടി മേടിച്ചത്, വണ്ടിപ്പണി, പത്ത് കച്ചവടം, റിയൽ എസ്റ്റേറ്റ്. കൊച്ചുങ്ങളുടെ കല്യാണം നടന്നെങ്കിൽ അത് അന്നത്തെ പ്രസംഗ വിഷയം കല്യാണമാണ്. കാണാൻ പോയത് മുതൽ അത് പറയരുതെന്നൊന്നുമല്ല വിഷയം. സന്ദർഭം വരുമ്പോൾ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ദൈവം ചെയ്ത ഉപകാരം പറയുന്ന തെറ്റില്ല. അത് മാത്രമായിരിക്കരുത് വിഷയം. വിദേശത്ത് പോയത് ദൈവവചനത്തിൽ നിന്ന് പറയത്തില്ല. യോഹന്നാൻ പറഞ്ഞത്, അപ്പം ഇവർക്ക് ഒരു 1/2 മണിക്കൂർ കൊടുത്താൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാ കൂടുതലും ഇവർ പറയുന്നത്. കല്യാണം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, അങ്ങനെ ദൈവം വഴിയൊരുക്കി, ഓക്കെ. പിന്നെ അതിനെപ്പറ്റി അങ്ങ് ഞങ്ങളുടെ പാപ്പച്ചന്റെ ഭാഷയെ പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് പരത്തും. ഒറ്റവാക്കി പറയാം, ഈ വിവാഹം നടക്കുമെന്ന് ചിന്തിച്ചതല്ല, ദൈവം വഴിയൊരുക്കി, ദൈവം അത്ഭുതം ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് ന്യായമാണ്. ഇത് കാണാൻ പോയ ചരിത്രം മുഴുവൻ 1/2 മണിക്കൂർ കൊടുത്തതാ. ഒടുവിൽ പറയും സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഒന്നും. യോഹന്നാൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ, അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. അപ്പൊ സംസാരം കേൾക്കുമ്പോൾ അറിയാം അകത്ത് എന്താണ്. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. അടുത്ത തൊട്ടുവാക്യത്തിലുണ്ട്, ലോകം അവരുടെ വാക്കും കേൾക്കുന്നു. അപ്പൊ കേൾക്കുന്ന ആൾക്കാരും ഇതൊക്കെ തന്നെ. എന്നാൽ ഒരു വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം അകത്ത് എന്തുവായിരിക്കുന്നെന്ന്. സ്തോത്രം. അകത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിശാചേ, സാത്താനെ എന്നെ വിട്ടു പോ. അപ്പൊ ഒന്ന്, അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ, ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് 12 പേരെ തിരഞ്ഞെടുത്ത് തന്നോടുകൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്തുപോകാൻ, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുവാൻ, ആമൻ പ്രസംഗിപ്പാൻ. 2, അപ്പോസ്തലിക ശുശ്രൂഷ
അടയാളം, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അപ്പോസ്തലനെ അങ്ങനെ തിരിച്ചറിയുന്നത്. അല്ലാതെ 6 അടി പൊക്കവും നല്ല കുടവേറും കൂടെ അമേരിക്കയിലും പേർഷ്യയിലും പോവുകയും 1.5 ലക്ഷത്തിന്റെ മൊബൈലും 1 കോടിയുടെ വണ്ടി, അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല, പ്രാപ്തി അനുസരിച്ച് ഉപയോഗിച്ചു. പക്ഷെ അതല്ല അപ്പോസ്തലന്റെ ലക്ഷണം. സ്തോത്രം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും. അപ്പോസ്തലിക ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, ജനം വിടുതൽ പ്രാപിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ആമൻ ദൈവിക വിടുതലുകൾ നടക്കാം. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. സ്തോത്രം. അപ്പോസ്തലൻ നന്നായിട്ട് അന്യഭാഷയും പറയണം, വല്ലപ്പോഴും ഒന്ന് പറച്ചാൽ പോരാ. നിങ്ങൾ ചില അപ്പോസ്തലന്മാരെ ശ്രദ്ധിച്ച് ആരാധനയ്ക്ക് വന്ന് എല്ലാവരും ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഒന്നെങ്കിൽ കീപ്പോട്ട് നോക്കിയിരിക്കും, ഇല്ലേ തെക്കും പൊക്കം നോക്കിയിരിക്കും, അല്ലേ ബൈബിളിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സിപ്പിട്ട് കളിക്കും. പിന്നെ നല്ല അന്തരീക്ഷം വരുമ്പം ഇങ്ങനെ ഒന്ന് വെക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തിട്ടില്ല, ഇവിടെ ഉണ്ടെന്നാ. അടയാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ അന്യഭാഷ പറയുന്നെന്ന്. അല്ല, ഞാൻ വല്ലപ്പോഴും 2 എണ്ണം പറഞ്ഞു വെച്ച് പമ്മി ഇരിക്കുകയല്ല, ഞാൻ എഴുന്നേൽക്കുമ്പോൾ മാത്രം അന്യഭാഷ പറഞ്ഞു നിൽക്കുകയല്ല, നിങ്ങളെക്കാളെല്ലാം കൂടുതൽ. ആട്ടെ, എന്റെ വിഷയം അതല്ലല്ലോ. അപ്പോൾ ഇത് അപ്പോസ്തലിക ശുശ്രൂഷ. ഇനി സഭയിലെ ഉപദേശപരമായ വിഷയങ്ങൾ വരുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കണം. അതാ അപ്പോസ്തലൻ. ഉപദേശം തീർത്ത് പറയണം. ഇപ്പൊ പല ആൾക്കാരും ഉപദേശം പറഞ്ഞത് ഇങ്ങനെയുണ്ടൊരു അഭിപ്രായം, ഇങ്ങനെയുണ്ടൊരു അഭിപ്രായം, പിന്നെ ചിലര് ഇങ്ങനൊരു അഭിപ്രായം പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഏത് വേണേലും. അതല്ല, ഇതിങ്ങനെ തന്നെയാന്ന് തീർത്ത് പറയണം. സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, അത് തീർത്ത് പറയണം, ഇല്ലേ? പണ്ട് ഇന്ത്യയിലെ ഒരു പ്രശ്നം ഉണ്ടായപ്പം ഒരു വ്യക്തി ചോദിച്ചു, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പൊ പുള്ളി, ഞാൻ വിഷയമൊന്നും പറയുന്നില്ല, പുള്ളി പറഞ്ഞിടെ അവിടുന്ന് ഊരിപ്പോരാൻ 2 മാർഗമുള്ളൂ. നീ 2 ഫോട്ടോ ഒപ്പിക്കണം. ഫ്രണ്ടിൽ ഒരു ഫോട്ടോ, ഒരാളുടെ പേര് പറഞ്ഞു, അത് പുറകിൽ വേറൊരാളുടെ ഫോട്ടോ. ഫ്രണ്ടിൽ കൂടെ ആ പ്രശ്നം വരുന്നെങ്കിൽ കാണിച്ചേക്കാൻ കാണുന്നേക്കണം, അവരുടെ ആളാ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പുറകിൽ കൂടെ ആണെങ്കിൽ നിനക്ക് തടി ഊരാണ്. ഒരു ശുശ്രൂഷകനത് പാടില്ല. ഉപദേശങ്ങൾ തീർത്ത് സ്ഥാപിക്കണം. ഉപദേശപരമായ വിഷയത്തിൽ വ്യക്തത ഉണ്ടായിരിക്കണം. ചാഞ്ഞ മതിൽ ആടുന്ന വേലിയും പോലല്ല. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പം മിക്കൊരു ഉപദേശം പറയുന്നെങ്കിൽ പെടണ്ടെങ്കിൽ യേശുനാമത്തിൽ മുങ്ങണമെങ്കിൽ അങ്ങനെ മുങ്ങാം, തൃത്വനാമത്തിലാണെങ്കിൽ അങ്ങനെ മുങ്ങാം, ഏത് വേണേലും ഞാൻ തെളിയിക്കുകയും ചെയ്യാം. കമ്മൽ ഇടണേ ഇടാം, ആഭരണം ഇടണേ സിസ്റ്റർക്ക് ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. ഒരു അഴകോടെ പരിപാടിയല്ലേ. തിരുമേശ എടുക്കണേ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ പിന്നെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. കൈയടിക്കണമെങ്കിൽ കൈയടിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. വന്നൊന്നിരുന്ന് നന്നാ മതി. താല്പര്യം ഉണ്ടെങ്കിൽ വേറെ പുസ്തകം കൊണ്ടുവരാം, വേണ്ടെങ്കിൽ വേണ്ട. ഒന്നുമല്ല ശുശ്രൂഷ. കാര്യം തീർത്ത് പറയണം. 2 എണ്ണം ഉള്ളതിലും കാര്യം തീർത്ത് പറഞ്ഞേക്കണം. അപ്പോൾ അപ്പോസ്തലിക ശുശ്രൂഷ പൗലോസ് ആ വിഷയം തെളിയിച്ചവിടെ. നിങ്ങളുടെ സ്നാനം ഏതാ? പകരം ഞാൻ പറഞ്ഞത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞ് തെളിയിച്ച് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച് എല്ലാം കൂടെ ഒരു 12ഓളം പുരുഷന്മാർ. അത്രയ്ക്ക് തിട്ടമാണ്. അല്ല, ഉപദേശം ചോദിക്കുമ്പം പകല് പറഞ്ഞ പോലെ ഉണ്ടയിടരുത്. ആരെങ്കിലും ഉപദേശം ചോദിച്ചു വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചോദ്യം ചോദിച്ചു വരുന്ന പോരുകളെ ഫലിക്കുന്നു.
ചോദ്യം ചോദിച്ചാൽ വിഡിയായിട്ട് നിൽക്കുക. അപ്പോൾ ഉപദേശപരമായ വിഷയത്തിൽ ഗ്രാഹ്യം വേണം. ഇത് വേലക്കാരുടെ മീറ്റിംഗ് കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ആ നിലയിൽ പറയുന്നത്. മാത്രമല്ല, സഭയ്ക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്ക വിഷയങ്ങൾ വരുമ്പോൾ പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായിട്ട് വിഷയം പരിഹരിച്ചു കൊടുക്കണം. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. പല സ്ഥലങ്ങളിൽ ജനിച്ചവരും പല ഭവനങ്ങളിൽ വളർന്നവരും പല സാഹചര്യത്തിലും ചുറ്റുപാടിലുമൊക്കെ വളർന്നവരാ കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ഈ മാർഗത്തിൽ വന്നത്. എല്ലാവർക്കും ഒന്നും അങ്ങനെ പൂർണ്ണ മാനസാന്തരവും ഒന്നും ഉണ്ടായിട്ട് വന്നവരല്ല. അങ്ങനെയുള്ള ആരേലും ഉണ്ടേ ഒന്ന് കൈ പൊക്കണം, എനിക്കൊന്ന് കാണണം, കണ്ടിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട്. ഞാൻ ഒരു നിമിഷം തിരിഞ്ഞു നിൽക്കാം. ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ചിന്തയിലും പ്രവൃത്തിയിലും നോട്ടത്തിലും നടപ്പിലും നിരൂപണത്തിലും ഇടപാടിലും കൊടുക്കവാങ്ങലിലും ഒക്കെ മനുഷ്യന് പോരായ്മകൾ വരാം. അങ്ങനെ പോരായ്മകളും അപാകതകളും വരുമ്പോൾ അത് സഭയിൽ ചിലപ്പോൾ പ്രശ്നമായിട്ടും വരാം. ഒരുത്തനെ 5 പക്ഷം, ഒരുത്തന് 5 പക്ഷം. കൊരിന്ത്യ സഭയിലും പക്ഷമല്ലായിരുന്നു. അപ്പോൾ സഭയ്ക്കകത്ത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും പിടിച്ചുള്ള പ്രവണതകൾ വരുമ്പോൾ അപ്പോസ്തലൻ ചെയ്യേണ്ടത് ഒരു പക്ഷവും പിടിക്കരുത്, നിഷ്പക്ഷമായിട്ട് പ്രശ്നം പരിഹരിക്കണം. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. തെളിവ് ആദിമസഭയ്ക്ക് പ്രശ്നമുണ്ടായി. ആദിമസഭയിൽ ഒരു വിഷയം, ആ വിഷയം മറ്റൊന്നുമല്ല, യവനായ സ്ത്രീകളും എബ്രായ സ്ത്രീകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. അത് മെയിൻ വിഷയം. അതാ മേശമേൽ ശുശ്രൂഷിക്കുന്നു, അത് ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു, ദിനം പ്രതിയുള്ള ശുശ്രൂഷ. അപ്പോൾ യവനായ സ്ത്രീകൾ എബ്രായ സ്ത്രീകളുടെ നേരെ പിറുപിറുത്തു. വേറെ അഭിപ്രായ വ്യത്യാസം. അവിടെ മേശ എന്നുള്ളതിന് 2 ആശയമാണ്. ഒന്ന് ധനപരമായ വിഷയം, 2 സാമ്പത്തിക വിഷയം. എന്തുമാകട്ടെ, മേശമേ ശുശ്രൂഷ. അതിൽ മിക്കവരും അഭിപ്രായപ്പെടുന്നത് ഭക്ഷണ വിഷയമാണ് മെയിൻ. അപ്പൊ ദിനപ്രതികളുടെ ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നുവെന്ന് യവനായ സ്ത്രീകൾ എബ്രായ സ്ത്രീകളുടെ നേരെ പിറുപിറുത്തു. പ്രശ്നം രൂക്ഷമായി. പെട്ടെന്ന് ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ, ഭക്ഷണം വിളമ്പുമ്പോൾ അതിനകത്തൊക്കെ വേറുകൃത്യം കാണിക്കുന്നു, അത്രേ ഉള്ളൂ. മുഖം നോക്കി ആള് നോക്കിയൊക്കെ വിളമ്പ് എടുക്കുകയൊക്കെ ചെയ്യുന്നു. മനസ്സിലാകാനായി പറഞ്ഞത്. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നും കാണും. സ്തോത്രം. ഒന്നും അങ്ങനെ തീർത്ത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറെക്കുറെയൊക്കെ വ്യത്യാസം വരും. തീർത്ത് ചിലരെ കണ്ണ് കാണിക്കുക, ഇപ്പൊ കഴിക്കണ്ടെന്ന്, പിന്നെ മതിയായി കാണിക്കുന്നേ. ആട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ ഈ വിഷയം ഇങ്ങനെ രൂക്ഷമായി. പ്രശ്നം പത്രോസിന്റെ അടുക്കൽ വന്ന് പത്രോസ് അത് നന്നായിട്ട് പരിഹരിച്ചു കൊടുത്തു. എൻ്റെ ഭാഷ പറയുക, പെണ്ണുങ്ങളെല്ലാം കൂടെ കമ്മിറ്റി കൂടിയിട്ട് ബില്ല് പാസ്സാക്കി. എന്നിട്ട് പത്രോസിൻ്റെ അടുക്ക് വന്നു പറഞ്ഞ്, പീറ്ററച്ചാ, ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്രശ്നങ്ങൾ വല്ലാതെ വഷളായി, ദിനം പ്രതിയുള്ള ശുശ്രൂഷയെ ഞങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റി കൂടി. നിങ്ങളുടെ കമ്മിറ്റിയിലെ ബില്ല് ഇപ്പം വിളമ്പുന്നവരാരും വിളമ്പണ്ട, ഇനി പീറ്ററച്ചാൻ അങ്ങ് വിളമ്പിയാൽ മതി. അങ്ങനെയുണ്ട് സഹോദരിമാരുടെ കമ്മിറ്റി. ഉടനെ പത്രോസ് പറഞ്ഞ് നമുക്കറിയാം, അത് നടക്കത്തില്ല. ദൈവവചനം ഉപേക്ഷിച്ച് മേശമേ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല. അപ്പോൾ അപ്പോസ്തലൻ ദൈവവചനം പറയണം. ദൈവവചനം നന്നായിട്ട് വചനം പറയണം. നമുക്ക് ലഭിക്കുന്ന അവസരത്തിൽ നമുക്ക് അറിയിപ്പാനുള്ളത് തിരുവചനമാണ്. നന്നായിട്ട് പറയണം.
അല്ല, ദൈവവചനം ഉപേക്ഷിച്ച് മേശമേ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മ നിറവുമുള്ള 7 പേരെ തെരഞ്ഞെടുക്ക്, അവര് മേശമേ ശുശ്രൂഷിക്കട്ടെ. അടുത്ത പദം, ഞങ്ങളോ അപ്പോസ്തലന്മാർ, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും. അതാ അപ്പോസ്തലിക്ക്. ഞാൻ വേലക്കാരുടെ മീറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹഭൃത്യന്മാരോടും സഹപടന്മാരായ ദൈവദാസന്മാരോട് ഓർപ്പിക്കട്ടെ, നമ്മൾ ദൈവവചനം പറഞ്ഞോണം. ഈ പ്രസംഗത്തിന് ചിലപ്പോൾ എല്ലാവർക്കും കഴിവൊന്നും കാണുകയല്ല. പ്രസംഗം ഒരു കലയും കൂടാ. പ്രസംഗം ഒരു കലയാ. അത് നന്നായിട്ട് അവതരിപ്പിക്കുന്നവരുണ്ട്, നല്ല കലാപരമായിട്ട് കൊണ്ട്. അതെല്ലാവർക്കും ഒക്കത്തില്ല. പക്ഷേ വചനം പഠിക്കാം എല്ലാവർക്കും. കലാപരമായിട്ടൊന്നും പ്രസംഗിച്ചില്ലെങ്കിലും 10 മിനിറ്റ് കിട്ടിയാൽ ഒരു സബ്ജക്റ്റ് എടുത്ത്, ഒരു വിഷയമെടുത്ത വാക്യങ്ങൾ അടുക്കടുക്കായിട്ട് പറയാം. അതിന് കലയൊന്നും വേണ്ട, അതിന് കൃപ പ്രാപിക്കണം. സ്തോത്രം, സ്തോത്രം. നമുക്ക് അവസരം കിട്ടുമ്പോൾ ദൈവവചനം സംസാരിക്കണം. വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് കടന്നു ചെന്ന് ക്രിയ ചെയ്യുന്ന വചനമാ. യിരെമ്യാവിൽ വായിക്കുന്ന യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാ ദൈവവചനം. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ വചനം. ഇത് പാതയ്ക്ക് ദീപമാ, കാലിന് ദീപമാ, പാതയ്ക്ക് പ്രകാശമാ. മാത്രമാണോ, ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതാ തിരുവചനം. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവനവന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി. ദൈവവചനം സംസാരിക്കുമ്പോൾ സൗഖ്യം വ്യാപരിക്കും. രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി തന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം കടന്നു വന്ന് നിന്നെ സൗഖ്യമാക്കും. ആമേൻ. എബ്രായർ 4:12 നമുക്കെല്ലാം മനപ്പാഠമാ. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെ വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ ദൈവത്തിന്റെ വചനം. എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുമ്പോൾ നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്തിരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കും. അത് ക്യാൻസറിന്റെ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, മജ്ജയ്ക്കകത്തായിരിക്കാം, അസ്ഥിക്കകത്തായിരിക്കാം, അത് ഏത് അവയവത്തിലായിരിക്കാം, അതിനകത്തോട്ട് അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം വന്ന് നിന്നെ സൗഖ്യമാക്കും. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. അതിവേഗത്തിൽ ഓടുന്ന വചനം. അവൻ പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന വചനം. അവൻ അത് ഉടയ്ക്കുന്ന വചനം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, സിരക്കകത്ത്, ഞരമ്പിനകത്ത് കുടിയിരിക്കുന്ന രോഗങ്ങൾ, രോഗാണുക്കൾ, രോഗബീജങ്ങളെ ഉരുക്കുന്ന ദൈവശക്തി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഭിന്നതയാകവെ പോകും. നിൻ മധുരാമൃത വചനം ഭിന്നതയാകവെ പോകും. മഹിമയഴും പരമേശ, മഹിമേശു മഹേശ, മഹിമയഴും പരമേശ, മഹിമേശു മഹേശ. മുഖകാന്തിയൻ മ്ലാനത നീക്കും, മുഖകാന്തിയൻ മ്ലാനത നീക്കും, മധുരാമൃത വചനം
ദൈവത്തിന് മഹത്വം കൊടുക്ക്. അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരായ കർത്തദാസന്മാരോട് ആ ഒരു അപേക്ഷ എന്ന നിലയിൽ പറയുക, ദൈവവചനം വായിച്ച് ധ്യാനിച്ചോണം. അവസരം കിട്ടുമ്പോഴെല്ലാം വേദപുസ്തകം, ഇപ്പം വേദപുസ്തകം വായിക്കാന്നല്ല, കുന്തത്തിനകത്ത് നോക്കിയിരിക്കുക എന്തേലും മരുന്നുണ്ടോന്ന്. കുന്തമെന്ന് ഇപ്പൊ പറയാനും മേല, ഞാൻ പറയും. നീ അവസരം കിട്ടുമ്പോ പമ്മി ഇരുന്ന് ഇതിനകത്ത് നോക്കി പുതിയത് വല്ലതും ഉണ്ടോ. ഈ അടുത്ത സമയത്ത് ഞാൻ തുരുത്തിക്കാട് ഒരു കൺവെൻഷന് പ്രസംഗിച്ച് ഇറങ്ങി വരിക. നമ്മുടെ ഒരു ഉപദേശി പ്രായമുണ്ട്, നല്ല പ്രായമാ, വയ്യ, നടക്കാൻ തന്നെ. അപ്പൊ ഞാന് ഇറങ്ങി വന്നപ്പോ പുള്ളി നടക്കാൻ വയ്യെങ്കിലും പുള്ളി സ്പീഡിൽ വന്നെന്നുള്ളതാ. വന്നെ ചെന്നോട് ചോദിക്കുക, മറ്റേ വിഷയങ്ങളൊക്കെ എന്തുവായെന്ന്. മറ്റേ വിഷയമല്ല. ഞാൻ ചോദിച്ചു, ഏതാ മറ്റേ വിഷയം? ഓ, അടുത്ത ഡയലോഗാ. എനിക്ക് ഈ ചെറിയ മൊബൈൽ ആയതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഞാൻ പിന്നെ ഒറ്റ വാക്കി പറഞ്ഞു, ഇത്രയും പ്രായമായില്ലേ, മറ്റേ വിഷയം ഇനി അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, കടകെട്ടു, വയ്യ, എന്നാലും മറ്റേ വിഷയ പുള്ളിക്ക്. എടാ 10 മിനിറ്റ് കിട്ടിയ പ്രാർത്ഥിച്ച് ബലപ്പെട്. 5 മിനിറ്റ് കിട്ടിയാൽ ആത്മാവിൽ നിറ. അവസരം കിട്ടുമ്പോ കണ്ണിന് കാഴ്ചകളും വേറെ പുസ്തകം വായിച്ച് ധ്യാനിക്ക്. അണ്ണാക്കിന് മധുരമാ. ഞാൻ നിങ്ങൾ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലേലും പറയാ, ഈ ദൈവവചനമൊക്കെ പഠിച്ച് ഹൃദിസ്ഥമായിക്ക്. ആർക്കും ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ. അഥവാ ഒരു ശാരീരിക ക്ഷീണം വന്ന് കട്ടിലേക്ക് കിടക്കുക. പക്ഷെ വചനം പഠിച്ചാൽ അവിടെ വന്ന ആൾക്കാർ വചനം കേൾക്കും. സ്തോത്രം. വചനത്തിന് ശക്തിയാ, അണ്ണാക്കിന് മധുരമാണ്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. യെശയ്യാവിൽ വായിക്കുന്ന, എന്റെ വായിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. രോഗശാന്തിയുടെ വചനം അങ്ങോട്ട് വന്നാൽ രോഗം മൂർച്ഛിപ്പിക്കുകയല്ല, സൗഖ്യമാക്കി വെച്ച് തിരിച്ചു വരും. മനോവേദനയോടെ ഭാരത്തോടെ ആരെങ്കിലും യോഗത്തിൽ സംബന്ധിക്കുന്നെങ്കിൽ ഈ വചനം വന്ന് വെപ്രാളം കൂട്ടുകയല്ല, നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നതാ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. അണ്ണാക്കിന് മധുരമല്ലേ. എനിക്ക് നന്നായിട്ട് ദൈവവചനം പറയുന്ന ദൈവദാസന്മാര് ബഹുമാനമാണ്, ആദരവാണ്. ഞാൻ അങ്ങ് കുത്തിയിരിക്കും കേൾക്കാൻ. ചള്ളും പൊട്ടും പറയാന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ദൈവവചനം, സ്തോത്രം, അതിന് എത്ര മണിക്കൂർ ഇരിക്കണേലും ഞാൻ ഇരിക്കും. നമുക്കറിയത്തില്ലല്ലോ. കേട്ട് പഠിച്ച് പ്രാപിക്കണം. ദൈവവചനം വായിക്കണം. എല്ലാ ദിവസവും വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് ബലപ്പെട്ടോണം. അതെ, ഓടിച്ചു പറയാം. അപ്പോൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശമേ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല. ആ പ്രശ്നം പരിഹരിച്ച കണ്ടോ, അതാ അപ്പോസ്തലിക ശുശ്രൂഷ. അല്ലാതെ സഭയ്ക്കകത്ത് പ്രശ്നം വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എത്ര കുടുംബം കാണും? ഞങ്ങൾ 12 കുടുംബം. ജോയിക്കുട്ടിയൊക്കെ എത്ര കുടുംബമുണ്ട്? 7 കുടുംബം. കുഴപ്പമില്ല. ജോയിക്കുട്ടിയൊക്കെ രാവിലെ 7:30 യോഗം തുടങ്ങിക്കോ, ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾ വൈകിട്ട് 4:30 തുടങ്ങിക്കോ, ഞാൻ വന്ന്. അങ്ങനെയുണ്ട്. ഉടനെ അടുത്ത മാസിക പരസ്യം 2 വേല തുടങ്ങിയെന്ന്. വേല ഉണ്ടായത് എങ്ങനെയാ? ഒന്നിച്ച് നിന്നവനെ 2 വേല. അവരെ നോക്കിക്കൊണ്ട സൈമൺ സാറ് പാടിയത്, വേല വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, 4 പാടും തുറന്നുള്ള ജാല സുവിശേഷകരെ, 4
നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ കൊണ്ടുവാ കൊണ്ടുവാ നീ പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ അക്രമമാമ ജയമൂർത്തി അർത്ഥമെന്തെന്നറിയാതെ അക്രമമാമ ജയമൂർത്തി അർത്ഥമെന്തെന്നറിയാതെ ചെപ്പടി കളി നടത്തും സഭ്യരല്ല കള്ളന്മാർ ചെപ്പടി കളി നടത്തും സഭ്യരല്ല കള്ളന്മാർ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ അതിനകത്തൊരു പ്രയോഗം നടത്തി. അതാ അടുത്ത വരിയിൽ ഇങ്ങനെ ഒരു പ്രയോഗമാണ്. ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ലെന്ന്. ജോലി കാരണം മേധവസ്ഥം വായിക്കാൻ പറ്റില്ല. ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ലെന്നേതുമൊരു നാണം കൂടാതോതിടുന്ന ജഡന്മാർ. എന്ത് നല്ല പ്രയോഗം. ജോലി കാരണം വേദപുസ്തകം വായിക്കാൻ ചില സഹോദരിമാര് ഈ ഇവിടെ അല്ല, സാധാരണ വലിയ ഏതാണ്ട് വലിയ പൊങ്ങച്ചം പറച്ചില്ല. സഭയെ വന്നു, അമ്മാമ്മ എനിക്ക് ഞാൻ ഒത്തിരി ബിസിയാണ്. എന്തുവാ ഇത്ര ബിസി? അതേ പിള്ളേരെല്ലാം ഓരോ നിർബന്ധ ബുദ്ധിക്കാരാ. മോള് അവക്കൊരു പ്രത്യേക കൾച്ചറാണ്. അവള് ചിക്കൻ സ്റ്റൂ മാത്രം. മോനാണെങ്കിൽ അവന് കിങ് ഫിഷ് എന്ന് പറഞ്ഞാൽ നെന്മി. അത് മുള്ളിന്റെ ഭാഗം അവൻ യൂസ് ചെയ്യത്തില്ല. മുള്ളിന്റെ ഭാഗം ഉണക്കക്കുട്ടൻ ചുട്ടു നിന്നവന്റെ സന്തതിയാ. തഞ്ചാവൂരിന് അറിയത്തില്ല എന്നാന്ന് ഉണക്കക്കുട്ടൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മോന് മനസ്സിലായല്ലോ? ഉണക്കക്കുട്ടൻ കേരളത്തിൽ തന്നെയാണോ ഉണക്കക്കുട്ടൻ? പിന്നെ ഞാൻ തിന്നിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയത് ഉണക്കക്കുട്ടൻ. ആ പുഴുങ്ങി അടുപ്പിലോട്ട് തന്നെ കുട്ടൻ അങ്ങോട്ട് ഇട്ട് തിരിച്ച് മറിച്ചോട്ട് ചാരമല്ല അങ്ങോട്ട് കുട്ടനിട്ട് അടിച്ചപ്പോ ചാരമല്ല. അത് നിന്നുകൊണ്ടിരുന്നപ്പോ പാസ് വന്ന് സ്തോത്രം നാറ്റവും. ഇപ്പൊ ഇച്ചിരി 10 രൂപ ഇച്ചിരി 10 പുത്തം കെട്ടിയപ്പോ ഇവരുടെ എല്ലാം അഹങ്കാരം. അപ്പോൾ ഈ കിങ് ഫിഷ് വേളയിലിറക്കരുത്. കൂന്തം ഡാഡി എല്ലാരെയും പോലല്ല. ഡാഡി മട്ടനെ യൂസ് ചെയ്യുള്ളൂ. എന്ത് മട്ടൻ തിന്നവനാ? ചമ്പ് തിന്നവൻ ഊപ്പാട് വന്നതാ. ഇനി ഞാൻ കുഞ്ഞുമാനെ ചെയ്ത് കൂടുതൽ എന്നാ പറഞ്ഞേ? ഇനി ഞാൻ പറയണേ? ഞാൻ പറയാം. ഇനി പറയണോ? മതിയേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിനക്ക് നന്മ തരുമ്പം വിനയപ്പെട്ടോണം, താന്നോണം. നിന്റെ യോഗ്യത കൊണ്ട് കിട്ടിയതല്ല, കുടുംബശ്രേഷ്ഠത കൊണ്ട് കിട്ടിയതല്ല, കഴിവ് കൊണ്ട് കിട്ടിയതല്ല, സ്തോത്രം ആമേ പൊസിഷൻ കൊണ്ട് കിട്ടിയതല്ല. ദൈവത്തിന്റെ കരുണയാ. സ്തോത്രം സ്തോത്രം. ചിലതിന്റെ അഹങ്കാരം അയ്യോ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. പിന്നെ മോനെ അവനെ
എല്ലാം ഒന്നും അവന് ബീഫ് ഒലത്തി കൊടുക്കണം. കൊടുത്തോ, അവൻ 5 കൊല്ലം കഴിഞ്ഞ് നിന്നെ ഒലത്തും. ഒലത്തി അവന് കൊടുക്കുക. അവൻ തിന്ന് നല്ല ചിമിടി പോരുന്ന ചവതാനം നിന്നെ മാപ്പിളയും കൂടെ നന്നായിട്ട് അങ്ങ് ഒലത്താനില്ല, നിന്നെ ഒലത്തി വെച്ചേക്കുക. ഇനി എന്നെ ഒലത്താനാ? ഒലത്തി പരുവക്കേടാക്കി അവൻ വെച്ചിരിക്കുക. അവനെ കാണുമ്പോൾ നീ പേടിച്ച് കട്ടിലാണ്ടി കയറുകയല്ലേ? സ്തോത്രം, സ്തോത്രം. ഇതെല്ലാം ഡെമ്പ് വർത്താനമായി പറയുന്നേ. ഡെമ്പ് ആടില്ല. ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും കിട്ടിയതല്ല കേട്ടോ. സ്തോത്രം, സ്തോത്രം. അവിടുത്തെ കരുണയാണ്, സ്തോത്രം. അവിടുത്തെ കൃപയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. TKS പാടിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്, എല്ലാം പാടാൻ നേരമില്ല. മുടിയംപുത്രം മടങ്ങി വന്ന് അപ്പൻ്റെ വീട്ടിൽ വന്ന് എല്ലാം കൂടെ കണ്ട് കഴിക്കടാന്ന് പറഞ്ഞപ്പോൾ ഇവക്കുന്നതിന് മുന്നേ ഇതെല്ലാം നോക്കി കുറച്ച് നേരം ഇരുന്ന്. കാരണം പന്നി തിന്നുന്ന വാളവര തിന്നാൻ ആഗ്രഹിച്ചാലും കുട്ടമ്പന്നി ഇവന് കൊടുത്തുന്നില്ല. കുട്ടമ്പന്നിക്ക് BTH ഉണ്ട്, BD ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടമ്പന്നിക്ക് ഇത് വല്ലോ ഞാൻ പകലോ മറ്റത്തെ കുട്ടമ്പന്നിയുടെ ചെന്ന് ഞാൻ പകലോ പന്നി തേറ്റാക്കി നിന്നെ തീറ്റും. അപ്പൊ ഇതിൽ പരുവക്കേടായിട്ട് ഇവൻ ഇവിടെ വന്നപ്പോൾ അപ്പൻ ഇതെല്ലാം തടിപ്പിച്ച മൃഗത്തെ പിടിച്ച് അറത്ത് ഇതെല്ലാം കണ്ട് ഇവൻ അന്തം വിട്ടേച്ച് കഴിക്കാതിരുന്നപ്പോൾ ഇവൻ പാടിയെന്ന TKSന്റെ ഭാഷ്യമാണ്. അവൻ ഇതെല്ലാം കണ്ടേച്ചു അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി പാടി, ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി മോദമായി, ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി മോദമായി, വന്നു തിന്നു തൃപ്തനായി എത്രയോ ഭാഗ്യവാൻ ഭാഗ്യവാൻ. പന്നി തിന്ന ഭോജ്യവും അന്നു ഞാൻ കൊതിച്ചത്, പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത്, എന്നേക്കുമോ മറന്നു പോയി. കൃപ യോഗ്യരല്ല, അവിടുത്തെ കരുണയും കൃപയുമാണ്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതെ, ഈ അസുഖമുള്ളവരും ചില മരുന്നെടുക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ ഭക്ഷണവും ഒക്കത്തില്ല. അവരുടെ കാര്യം അല്ല ഈ പറയുന്നത്. ചുമ്മാ ഇരുന്ന് ഈ ബെഡായി പറയുന്നവരുടെ സ്തോത്രം. ഉണക്ക കുറിച്ച് ചമ്മന്തി അടിച്ചവനാ ഇപ്പൊ പറയുന്നത്. ഞാൻ നെന്മീന് സ്തോത്രം. എനിക്ക് വേറെ ആള് പറഞ്ഞു, ഞാൻ കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാലും ഒരു പൂവമ്പഴവും കഴിച്ചേച്ചേ നിർബന്ധമാണ്. എന്താ പൂവമ്പഴം തിന്നവനാ? നീ കാളാമുണ്ടം കണ്ടിട്ടുണ്ടോ? പിന്നല്ലേ പൂവമ്പഴം. എല്ലാം ഇതിനകത്ത് വന്നതിന് ശേഷമാണ്. നിർബന്ധ ബുദ്ധിയൊന്നും പാടില്ല. ഉള്ള അനുഭവത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. സ്തോത്രഭാഗം വിടുക. അപ്പോൾ 5 വിധത്തിലെ ശുശ്രൂഷക വൃത്തങ്ങൾ, അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. വിവരിക്കുന്നില്ല 5 തരത്തിലെ ശുശ്രൂഷക വൃത്തങ്ങൾ. അതിലൊന്ന് അപ്പോസ്തലൻ, 2 പ്രവാചകൻ. ആരാ പ്രവാചകൻ? ദൈവത്തിനും ജനത്തിനും നടുവി നിൽക്കുകയായി പ്രവാചകൻ. ദൈവത്തിൽ നിന്ന് ദൂത് വാങ്ങി ജനത്തിന് കൊടുക്കുക. അതാ പ്രവചനം. ദൈവത്തിൽ നിന്ന് ദൂത് അല്ല, ഗൂഗിളിൽ തപ്പി ദൂത് എടുക്കുകയല്ല. മുതുപാതിരായിക്കിരുന്ന് ഗൂഗിളിൽ തപ്പി ദൂതെല്ലാം എടുത്തേച്ച് ഞായറാഴ്ച വന്ന്
അടിച്ചു പെരുക്കുകയല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, ദൈവത്തിൽ നിന്ന് ദൂത് വാങ്ങി ജനത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനും ജനത്തിനും ഇടയ്ക്ക് നിൽക്കുക. പ്രവാചകന്റെ ശുശ്രൂഷ ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുക. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രമാണം കൊണ്ടും ഉപദേശം കൊണ്ടും അകന്നു പോയ ജനത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക. ദൈവത്തിൽ നിന്ന് ദൂത് പ്രവാചകൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. യിരെമ്യാവിനോട് ചോദിച്ചു, യിരെമ്യാവേ നീ എന്തോ കാണുന്നു? അയ്യോ, ഞാനൊരു ജാഗ്രത വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. ബദാം. നന്നായിട്ട് കേൾക്കുകയും ചെയ്യണം ആലോചന. അതിന് എലീശ പറഞ്ഞല്ലോ, ഈയോട് ആണ്ട കുലപാതക പുത്രൻ എന്റെ പടലി എടുക്കാൻ വരുന്നുണ്ട്, അവന്റെ യജമാനന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. കൃത്യം കണ്ടു, കൃത്യം കേട്ടു. അതാ പ്രവചനം. അല്ല പേർഷ്യ വിടുന്ന മാത്രം പറഞ്ഞേച്ച് കിടക്കുന്നതല്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. സ്തോത്രം. ഒരാളോട് പ്രവചിച്ചു, മകനെ ഒരു പക്ഷിയെങ്കിൽ നീ അമേരിക്കയ്ക്ക് പോകും. അങ്ങനെയാണോ പ്രവചിക്കുന്നത്? ഒരു പക്ഷിയെങ്കിൽ നീ അമേരിക്കയിൽ പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രവചിക്കാം, മകനെ ഒരു പക്ഷിയെങ്കിൽ നീ അമേരിക്കയ്ക്ക്. പെയ്യാനും പെയ്യാതിരിക്കാനും തീർത്ത കാര്യം പറയണം. ആട്ടെ, പിന്നെ സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. 5 തരത്തിലെ ശുശ്രൂഷക വൃത്തങ്ങൾ. ഇടയനും ഉപദേഷ്ടാവും അത് ഏകദേശം 2 പേരുടെ ശുശ്രൂഷ ഒന്ന് തന്നെ. വചനം നന്നായിട്ട് പഠിപ്പിക്കണം, നല്ലതുപോലെ പഠിപ്പിക്കണം. പിന്നെ 2 പേർക്ക് ഒരു തസ്തിക കൊടുത്തിരിക്കുക. ഇതാണ് ദൈവസഭയുടെ ശുശ്രൂഷക വൃത്തങ്ങൾ. എന്തിനാ ഇവരെ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്? അപ്പോസ്തലനെയും പ്രവാചകനെയും സുവിശേഷകനെയും ഇടയനെയും ഉപദേഷ്ടാവിനെയും സഭയ്ക്ക് തന്നിരിക്കുന്നത് താഴത്തെ വാക്യം പഠിക്കുമ്പോൾ ഒറ്റ വാക്യം പറയാ, ദൈവസഭ ആത്മീകമായി വളർച്ച പ്രാപിക്കാൻ, ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരണം. അതാണ് 4-ാം അധ്യായം. ഇനി 5-ാം അധ്യായത്തിന്റെ വിഷയം, എഫേസ്യ ലേഖനം 5-ലെ വിഷയം ആത്മനിറവ് എന്നുള്ള വിഷയമാണ്. 5:15 മുതൽ എന്ന് വായിച്ച് കണ്ണിക തുടങ്ങുന്നത് മുതൽ 5:15 മുതൽ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, എന്നാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അടുത്തത്, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. 5-ാം അധ്യായത്തിലെ വിഷയം. അതിലെ പ്രധാനപ്പെട്ട വിഷയം ആത്മനിറവ്. 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആത്മനിറവ്. എന്തുവായി ആത്മനിറവ്? തർക്കമുള്ള വിഷയമാണ്. ബ്രദറുകാർ നമ്മളുമൊക്കെ തർക്കം നടക്കുന്ന വിഷയമാണ്. ഞാൻ തർക്കിക്കാൻ ആളല്ല, തർക്കിക്കത്തില്ല, ഞാൻ വരുത്തുമില്ല, എനിക്കറിയത്തുമില്ലല്ലോ. തർക്കത്തിന് ഞാൻ വരുന്നില്ല, പക്ഷേ അന്യഭാഷ ഇതുവരെ നിന്നിട്ടില്ല. അതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ നിന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയില്ല, അതിന് കിട്ടാത്തതെല്ലാം നിന്നെന്നാണോ? അതാണ് അതിന്റെ മര്യാദ. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നിന്നു. ന്യായമായ കാര്യമല്ല. സ്തോത്രം. നിന്നിട്ടില്ല, ഇപ്പം നിൽക്കത്തുമില്ല. അവൻ ദൈവത്തോട് സംസാരിക്കുക. ഒരു തള്ള ഒരിക്കൽ എന്നോട് ചോദിച്ചു, അന്യഭാഷ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, തള്ള നിങ്ങളോടല്ല പറഞ്ഞത്, ദൈവത്തോടാ പറയുന്നത്. അന്യഭാഷകൾ സംസാരിക്കുവാൻ തള്ളയോടത്രേ, അങ്ങനെയാണോ? അല്ലല്ല, ദൈവത്തോടത്രേ. അവർ പിന്നെ ആയിട്ട് പറഞ്ഞാൽ ചിറങ്ങി പോകുന്ന കണ്ട്. ഞാൻ ചെങ്ങന്നൂർ വർഷങ്ങൾക്ക് മുമ്പ് ചെന്നപ്പോൾ ഒരു അപ്പച്ചൻ ഇതുപോലെ 2-ാം മുണ്ടുമൊക്കെ ഇട്ട് ഒരു പ്രൗഢിയുള്ള അപ്പൻ, വടിയൊക്കെ പിടിച്ചിങ്ങനെ പഴയ ഒരു അപ്പനാ. അപ്പം അവിടുത്തെ അച്ചായൻ പറഞ്ഞു, ഇതൊരു സുവിശേഷ വേലക്കാരനാ. അവനോട് ചോദിച്ചു, പെന്തിക്കോസാന്നോ? ഞാൻ പറഞ്ഞു അതെ. അന്യഭാഷ എന്താ മനസ്സിലാകാത്ത? അത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളൊരു യോഗത്തിന് ചെന്നുണ്ടെ ആദ്യം അതാണോ ചോദിക്കുന്നത്? ചുമ്മാ കയറി ഉടക്കാൻ എന്നാ കുഞ്ഞിന്റെ വീട് എവിടാ, എത്ര നാളായി രക്ഷിക്കപ്പെട്ടത്, ഇതൊക്കെയല്ലേ ചോദിക്കണ്ടേ? പരിചയപ്പെട്ടെ. അന്യഭാഷ എന്നാ മനസ്സിലാകാത്ത? പിന്നെ ഞാനും ഒരു കാര്യം പറഞ്ഞു.
ഞാൻ പറഞ്ഞ അപ്പച്ചൻ്റെ ആ പ്രൗഢിയും ഷാളും വടിയൊക്കെ കണ്ടപ്പുറത്ത് നല്ലതുപോലെ വിവരമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ മനസ്സിലായി വിവരമില്ലെന്ന്. കാരണം അതിന്റെ പേര് തന്നെ അന്യഭാഷ എന്നാ. പിന്നെ എങ്ങനെ മനസ്സിലാകുന്നേ? നമ്മുടെ ഭാഷ അല്ലല്ലോ. ഇത് തർക്കിക്കാനും വാദിക്കാനും ഒന്നുമല്ല, ഇതൊന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീയും പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം നിറയ്ക്കും. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയൊന്നുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, കുലുങ്ങിപ്പോകത്തില്ല. ഉൽപ്പത്തി വായിക്കുന്ന ഏദൻ തോട്ടം നനയ്ക്കുവാൻ ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖയായിട്ട് പിരിയുന്നു. ഒന്നാമത്തത് പീശോൻ, വെള്ളച്ചാട്ടം എന്നർത്ഥം. അത് ഹവീലാറിശമൊക്കെ ചുറ്റും. അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുമുണ്ട്. അവിടുത്തെ പൊന്നൊക്കെ മേത്തനമാ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാ ദൈവം. അപ്പോൾ 5-ാം അധ്യായത്തിലെ വിഷയം ആത്മനിറവ്. എന്തുവായി ആത്മനിറവ്? ചിലർ ധരിച്ചു വച്ചിരിക്കുന്ന ആത്മനിറവ് എന്ന് പറഞ്ഞാൽ മറുഭാഷ പറയുന്നതാണ്. അല്ല, ഒരു ഭാഗമാണെങ്കിലും മറുഭാഷ അല്ല ആത്മനിറവ്. ചിലർ ധരിച്ചു വഹിക്കുന്ന ആത്മനിറവ് എന്ന് പറഞ്ഞാൽ യോഗത്തിന് ഏറ്റവും പുറകെ ഇരിക്കുക, യോഗം തീരുമ്പോൾ തുള്ളി തുള്ളി മുന്നിൽ വരിക. അതൊന്നും അല്ല ആത്മനിറവ്. കുടിക്കാൻ വെച്ച വെള്ളം ഗ്ലാസും തട്ടി ദൂരെ കളഞ്ഞ് മയക്കിന് രാൻഡും എടുത്ത് താഴെ ഇട്ട് തുള്ളി തുള്ളി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളി 2 എണ്ണം താഴെ വീണു. പിന്നെ അതിനെ പെണ്ണുങ്ങൾ തുള്ളി തുള്ളി ഇങ്ങോട്ട് വന്നപ്പോൾ പാഷയുടെ ഭാര്യ അതുങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അന്നേരം മേരിയാണ്ട് അതിലേക്ക് കയറി വരുന്നു. അതൊന്നും അല്ല ആത്മനിറവ്. അല്ല. എന്നോട് ബഹുമാനപ്പെട്ട കർത്തദാസൻ പറഞ്ഞു 9:30 വരെ എടുത്തോളാം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം കൂടെ എടുക്കുക. അല്ലെ ഞാൻ 9-ന് നിർത്തിയേക്കണം. പകൽ ഞാൻ കൃത്യം നിർത്തിയേ കണ്ടോ. പിന്നെ എനിക്കറിയാം കൃത്യം നിർത്താൻ. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മനിറവ് എന്തുവാ ഈ ആത്മനിറവ്? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ചില പ്രയോഗമുണ്ട് ബൈബിളിൽ. നിറയുക, നിറയുവീൻ, നിറവ്, നിറയണം, ഇങ്ങനെയുള്ള ചില പ്രയോഗം ബൈബിളിലുണ്ട്. ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? അറിയണമല്ലോ. ഒരു വ്യക്തിയിൽ, ഒരു ദൈവ പൈതലിൽ ആത്മനിറവുണ്ടെന്ന് എങ്ങനെ അറിയും? പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും എന്നോട് പിണങ്ങുന്ന കാലമാണല്ലോ. ചെല്ല് കണ്ടാൽ ഇപ്പം മിണ്ടുക പോലും ഇല്ല. ഞാൻ പിന്നെ അങ്ങോട്ട് കയറി അങ്ങ് കൈ കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരു കൃപയുണ്ട്. ഇങ്ങോട്ട് മിണ്ടിയില്ലല്ലേ അങ്ങോട്ട് കയറി എന്തോ ഉണ്ടെന്ന് ഞാൻ അങ്ങ് ചോദിക്കും. അന്നേരം എനിക്ക് കൃപ വർദ്ധിക്കുകയേ ഉള്ളൂ. അപ്പം ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? മേപ്പോട്ട് ചീപ്പോട്ട് ചാടുന്ന കണ്ടെന്നും വിധിക്കരുത്. മറുഭാഷ കേട്ടും വിധിക്കരുത്. മറുഭാഷ പറയുന്ന പല പെണ്ണുങ്ങളും അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തതുണ്ട്. ഉണ്ട്. ഇവിടെ കിടന്ന് മറുഭാഷ പറയാതെ അല്ലേ ആശ്വാസവന് കിടന്ന് ആശ്വാസം ഇല്ലാതെ വെള്ളം കുടിക്കാതെ കിടക്കുക. അതൊന്നും കണ്ട് വിധിക്കണ്ട. വെള്ളം ഇടുന്നതാണോ ആത്മനിറവിന്റെ ലക്ഷണം? അല്ല. ഇല്ല, തള്ളയും വെള്ളം ഇട്ടോണ്ടാ നടക്കുന്നത്. ഓ, അത് തന്നെ. അതെ. പിന്നെ കമലും മാല ഇടാത്തതൊന്നും അല്ല ആത്മനിറവ്. ഒടുവിൽ ജയലളിത ഇടുന്നില്ലായിരുന്നു ആഭരണം. കുംഭകോണം വന്നു കഴിഞ്ഞപ്പോൾ ജയലളിത തന്നെ ഒരു മനസാന്തരപ്പെട്ട ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇനി ആഭരണം തലൈവി. പേപ്പർ കണ്ടതല്ലേ? വേണ്ടാന്ന് പറഞ്ഞ ആഭരണം. സ്തോത്രം. ആഭരണം ഇടാത്തത് കണ്ട് ആത്മനിറവെന്നും പറയണ്ട. വെള്ളവസ്ത്രം കണ്ടു ആത്മനിറവെന്നും. പിന്നെ നന്നായിട്ട് പ്രസംഗിക്കും. അയ്യോ, പുള്ളി നിൽക്കുന്ന മരം പ്രസംഗിച്ച് ചായച്ചുകൊണ്ട്. അതൊന്നുമല്ല ആത്മനിറവിന്റെ ലക്ഷണം. അതൊരു കലയല്ലേ? പുള്ളിയെ പോലെ ഇതുപോലെ സബ്ജക്റ്റ് തെളിയിക്കാൻ കഴിവുള്ള ആള് വേൾഡിൽ അങ്ങനൊന്നുമല്ല ആത്മനിറവ് മനസ്സിലാക്കുന്നത്. അയ്യോ, പുള്ളി ഭയങ്കര പാട്ടാണ്. എന്റെ കാര്യം കൂടെ അങ്ങെടുത്തു. പഴയ പാട്ട്. അതുകൊണ്ടാണ് ആത്മനിറവ് തെളിയുന്നത്.
പുള്ളി ആ ഷാളും ഒക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പുള്ളിക്ക് ആത്മനിറവ് അങ്ങനൊന്നും അല്ല. നന്നായിട്ട് കീബോർഡ് വായിക്കുന്നു, നല്ല നിറവാ, അത് ഓളിയത്തിന്റെ ബലത്തിലാണ്, ഒന്നുമല്ല ആത്മനിറവ്. കുഞ്ഞുമരിച്ച നന്നായിട്ട് ശ്വാസം പിടിച്ചാ ഊതുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചോദിച്ചു, നമ്മുടെ കുഞ്ഞുമരിച്ചുണ്ടോ, പുള്ളി വരാ ഊത്തുകാരനാണോ എന്ന്. എന്നെ ചെയ്യാൻ ഞാൻ ചോദിച്ചു, നമ്മുടെ കുഞ്ഞുമരിച്ചാൻ ഉണ്ട്, പുള്ളി ഊത്തുകാരനാണോ എന്ന്. എന്തോ ചെയ്യും. ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് എങ്ങനെയാ ബോധ്യപ്പെടുന്നത്? വചനത്തിന്റെ വെളിച്ചത്തിൽ ഒറ്റവാക്കി പറയാം, ഇതൊക്കെ വിശദീകരിച്ച് പറയാം, ഒറ്റവാക്കി പറയാം. ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അവനിൽ ആത്മാവിന്റെ ഫലം കാണും. പ്രസംഗം കൊണ്ടല്ല, പാട്ട് കൊണ്ടല്ല, പോയിന്റ് പറയുന്നത് കൊണ്ടല്ല, അവതരണ ശൈലി കൊണ്ടല്ല, അവൻ മേപ്പോട്ട് കീപ്പോട്ട് ചാടുന്നത് കൊണ്ടല്ല, ശബ്ദമെടുക്കുന്നത് കൊണ്ടല്ല, നിന്ന് അലറുന്നത് കൊണ്ട്. കൺവെൻഷന് പ്രസംഗം അറിയാ, വില്ല് വളം അല്ലേലിയ പറയുന്ന അങ്ങനെയാണോ? അല്ലേലിയ പറയണ്ടേ? അല്ലേലിയ എന്നങ്ങ് പറഞ്ഞാ പോലെ പറയൽ. അർജുനന്റെ വില്ല് വളയം പോലെ നമ്മുടെ ഭയങ്കര ആത്മനിറവാ കേട്ടോ. എന്നതാണ് ചുമ്മാ. ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് എങ്ങനെ ബോധ്യപ്പെടും? ഒറ്റവാക്കി പറയാം, അവനിൽ ആത്മാവിന്റെ ഫലം കാണും. കാണും, കാണണം, കണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പ്രാപിച്ചത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിന്റെ ഫലമുണ്ട്. ആത്മാവിന്റെ ഫലം നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നീ പ്രാപിച്ചത് ദൈവാത്മാവല്ല അല്ല. പണ്ട് AG ശൗമേൽ പറഞ്ഞു, അപ്പച്ച അവൻ ആത്മാവിലടാ, പപ്പുള്ളയുടെ ആത്മാവാടാ. അപ്പച്ചൻ പറഞ്ഞതാ, ദൈവാത്മാവല്ല, അവന് പപ്പുള്ളയുടെ. ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവാത്മാവിന്റെ ഫലം കാണും. ആത്മാവിന്റെ ഫലമില്ലെങ്കിൽ പ്രാപിച്ചത് ദൈവാത്മാവല്ല. അതിന് ഭാര്യാവരയോനാചനം കൊണ്ട് പ്രാർത്ഥിച്ചു നോക്കണ്ട. മാങ്ങാനം അവരെല്ലാം പോയി, അവരെ കൊണ്ട് പ്രാർത്ഥിച്ച് കൂടൽ കുഞ്ഞുഞ്ഞിനെ വിളിക്കാൻ, ഇതാ ശരിയായ ആത്മാവാണോ? കുഞ്ഞുഞ്ഞിന്റെ എങ്ങനെയാന്ന് ഇപ്പൊ തർക്കത്തിൽ കിടക്കുക. നീ ഒരു പൊന്നുകുഞ്ഞിനെടുക്കാൻ പോകണ്ട, കുഞ്ഞുഞ്ഞിനെടുക്കാൻ പോകണ്ട, പുസ്തകം വെച്ച് നോക്കിയാൽ മതി. ദൈവാത്മാവിനെ പ്രാപിച്ചെങ്കിൽ ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. നമുക്കറിയാമല്ലോ ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അവിടെ 9 കൂട്ടം കാര്യമാണ്. അതിൽ ആദ്യത്തെ ഫലമാ സ്നേഹം. അനിയനോട് മിണ്ടുകയല്ല, അമ്മായിയപ്പനെ അമ്മായിയമ്മയും വീട്ടിൽ കയറ്റുകയല്ല, അപ്പുറത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കി മതിലും പൊക്കി കെട്ടി, 5 ഇഷ്ടികയും കൂടെ വെച്ച് കെട്ടി, എത്തി കുത്തി നോക്കിയാൽ പോലും കാണരുത്. സഭയിൽ വന്നാൽ സഭയിലുള്ള എല്ലാവരുമായിട്ട് മിണ്ടുകയല്ല. അങ്ങോട്ട് നോക്കിയാൽ നുണയും കൊതിയും പറഞ്ഞ് കുരുക്കൊപ്പിച്ചേച്ച് പോവുക. അവിടെ ഞായറാഴ്ച 10:30 ഇങ്ങോട്ട് കയറി ഇതെല്ലാം കൂടെ അടിച്ച് അങ്ങോട്ട് പെരുക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക, വള്ളം തുടയും പോലെ. ഇങ്ങനെ അവിടെ നെഹ്റു ട്രോഫിക്ക് പോയിട്ട് വരികയാണ്. എടാ, നീ ചേട്ട വെച്ചിട്ട് കുറച്ച് അവരുമായിട്ട് മിണ്ട് വേണ്ടേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഞാൻ വളരെ ശാന്തമായിട്ട് ലളിതമായിട്ടും അല്ലേ പറയുന്നേ? ആത്മാവിന്റെ ഫലം കാണണം. ആദ്യത്തെ ഫലമാ സ്നേഹം. അതൊക്കെ നിന്ന് പറയാനുണ്ട് വെറുതെ. സ്നേഹത്തെ പറ്റിയൊക്കെ നന്നായിട്ട് പ്രസംഗിക്കും. സ്നേഹത്തെ പറ്റി പുസ്തകം എഴുതും. പുസ്തകത്തിന്റെ പേര് അഗാപ്പെ. ഞാൻ ഈയിടെ പുസ്തകത്തിന്റെ പണിപ്പുരയ്ക്കകത്ത് കയറി ഇരിക്കുക. എന്തോ ആ പുസ്തകം? അഗാപ്പെ. ഞാൻ പോകുന്നത് അങ്കയ്ക്ക് തന്നെ ആന്ന് പോലും. പുള്ളിക്കാർ പറയും, മേരി ഏതാണ്ട് വലിയ പുസ്തകമാടി.
എന്തുവാന്നോ അഗാപ്പെ. ഉടനെ അതിന് അവതാരിക എഴുതിയത് ആരാന്നറിയാമോ? സിസ്റ്റർ ഡോക്ടർ ലൗലി. ലൗലി ചേട്ടത്തിയായിട്ട് ഗുസ്തിയ മിണ്ടിയിട്ടില്ല. അവതാരിക എഴുതിയത് വാക്കിന്റെ അർത്ഥമൊക്കെ ശ്രദ്ധിച്ചു വേണം. സ്തോത്രം. മുഖവര എഴുതിയിരിക്കുന്നത് സ്നേഹമോള്. അവളും ആരോടും ഇതൊന്നും അകപ്പേ അല്ല, ആകപ്പേ പിടിച്ചേക്കുക. അകപ്പേ ഒന്നും അല്ല, ആകപ്പേയാ. സ്തോത്രം. ആത്മാവിന്റെ ഫലം ഉണ്ടായിരിക്കണം. അതിലാദ്യത്തത് സ്നേഹം. ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്വാർത്ഥതയൊന്നും അന്വേഷിക്കുന്നില്ല. അറിയാമല്ല, ഞാൻ പറഞ്ഞിട്ടല്ലോ, ഒന്ന് രണ്ട് പദമുണ്ട്. എല്ലാം ക്ഷമിക്കുന്നു. എല്ലാം മനസ്സുണ്ടോ ക്ഷമിക്കാൻ? യേശു അതാ കാണിച്ചത്. സ്തോത്രം. യേശു അതാ കാണിച്ചു. നമ്മളെല്ലാം നീട്ടി പാടുമല്ലോ, യേശുവേ നിന്റെ രൂപം എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെയാക്കണം മുഴുവൻ. ഭക്തനായ നാഗൽ സാഹിബിന്റെ ഈടുറ്റ വരികൾ, വളരെ പ്രചാരം നേടിയ വരികൾ. യേശുവേ നിന്റെ രൂപം എന്റെ കണ്ണുകൾക്ക്. അടുത്ത ലൈന, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം, കുറച്ചല്ല മുഴുവൻ. ഞാനൊരു അപേക്ഷാസ്വരത്തിൽ പറയാ, നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മുഴുവനാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും വേണ്ടേ? 5 വയസ്സുള്ളൊരു കുഞ്ഞ് 5-6 ഓറഞ്ചുമായിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നടക്കുന്നു. കൊട്ടയ്ക്കകത്ത്, ചെറിയ കൊട്ടയ്ക്കകത്ത് 5-8 ഓറഞ്ചുമായിട്ട് വിൽക്കാൻ നടക്കുക. ഓറഞ്ച് വേണോ, ഓറഞ്ച് വേണോ. അതിരാവിലെ തിരക്കും, ഓഫീസേഴ്സ് എല്ലാം പോകാനുള്ള ആ ചടുതി തിരക്കും വന്ന് ആരോ ഒരാൾ നടന്നു വന്നപ്പോൾ കൊച്ചിനെ മുട്ടി, കൊട്ടയും കൊച്ചും താഴെ വീണ് ഓറഞ്ച് ഉരുണ്ട് 3 എണ്ണം പ്ലാറ്റ്ഫോമിൽ കൂടെ ഇങ്ങനെ ഉരുണ്ടു. 4 എണ്ണം റെയിൽവേ ട്രാക്കിൽ പോയി. 3 എണ്ണം ഉരുണ്ട് നടന്നതിൽ ഒരുത്തൻ കയറി ചവിട്ടി, ഒന്ന് ചള്ളി. കൊച്ച് വാ വിട്ട് കരയുക. ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാരും തിരക്ക് പിടിച്ചു പോവുക. ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഈ താഴെ കിടക്കുന്ന ഓറഞ്ച് അത് കാണുന്ന റെയിൽവേ ട്രാക്കില്ല, ഇറങ്ങാനൊക്കത്തില്ല. 3 എണ്ണം ഉരുണ്ട് പോയതിൽ ഒന്ന് ചവിട്ടി ചള്ളി. ഇടയ്ക്കൂടെ എടുക്കാൻ നടക്കുക കരഞ്ഞോണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല. അല്പ നിമിഷത്തിന് ശേഷം ഒരു മനുഷ്യൻ, മാന്യനായ ഒരു ജെന്റിൽമാൻ, ഒരു സൂട്ട് കേസ് പിടിച്ച് നടന്നു വന്നപ്പോൾ കൊച്ചു കരയുന്നു. അദ്ദേഹം പെട്ടെന്ന് സൂട്ട് കേസ് അവിടെ മാറ്റി വെച്ച് ഓടിച്ചെന്ന് കുഞ്ഞിനെ ചേർത്തണച്ചു. 8 വയസ്സാ. എന്താ മോളെ? ഉടനെ ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വെച്ച് പറഞ്ഞു, എനിക്കൊരു അനിയൻ കുഞ്ഞുണ്ട്, 3 വയസ്സ്. എനിക്ക് 8 വയസ്സ്. എൻ്റെ അമ്മ അപ്പനില്ല. എൻ്റെ അമ്മ ഓറഞ്ച് വിറ്റ ഞങ്ങള് നിത്യവൃത്തി കഴിയുന്നു. ഇന്നലെ എൻ്റെ അമ്മ ഓറഞ്ച് വിൽക്കാൻ പോയി. ശേഷം ഒരു 5-8 എണ്ണം ബാക്കി വന്ന് അമ്മയ്ക്ക് ഇന്നലെ രാത്രി അതികലശലായ പനി. അമ്മയ്ക്ക് എഴുന്നേക്കാറില്ല. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു,
ഈ 7 ഓറഞ്ച് മോള് കൊണ്ട് വിറ്റേച്ച് കിട്ടുന്ന ചില്ലറയായിട്ട് ബണ്ണ് മേടിച്ചുകൊണ്ട് വരാൻ. അങ്കിളെ, ഞാന് ഇത് വിൽക്കാൻ വന്നപ്പോ എന്നെ തെള്ളിയിട്ടു, എൻ്റെ ആണ്ട് ഓറഞ്ച് ട്രാക്ക് വീണു, ഒന്നാണ്ട് ചവിട്ടി. അദ്ദേഹം നല്ല മനുഷ്യനായി ഈ കുഞ്ഞിനെ സ്വാന്തനപ്പെടുത്തി ചേർത്തണച്ച് കരയുണ്ടെന്ന് പറഞ്ഞ് കണ്ണുനീരുമൊക്കെ തുടച്ച് മോൾ അവിടെ നിൽക്കുന്ന പറഞ്ഞ് തിരക്കാണെങ്കിലും അദ്ദേഹം 2 ഓറഞ്ച് എടുത്ത് കൊട്ടക്കകത്ത് വെച്ചു. ട്രെയിൻ നോക്കിയേച്ച് ചാടി ഇറങ്ങിയ 4 ഓറഞ്ച് കുഞ്ഞെടുത്തു, കൊട്ടക്കകത്ത് വെച്ച് കുഞ്ഞിൻ്റെ കൈ കൊടുത്തു പറഞ്ഞ് കരയണ്ട, ഈ ഓറഞ്ചുമായിട്ട് ഇനി വീട്ടിൽ പോകണം. കീശയെ കൈയിട്ട് അല്പം കാശെടുത്ത് കുഞ്ഞിൻ്റെ കൈ വെച്ച് കൊടുത്തു. കണ്ണുനീര് തുടച്ച് തലയിലൊന്ന് തടകി മോള് പൊക്കോളാൻ പറഞ്ഞു. തിരിച്ചു വന്ന് സൂട്ട് കേസും എടുത്ത് അദ്ദേഹം നടന്നു. കുഞ്ഞ് നല്ല ബുദ്ധിയുള്ള കുഞ്ഞാണ്. പെട്ടെന്നായതുകൊണ്ട് കുഞ്ഞ് അങ്ങോട്ട് നടന്നപ്പോ കുഞ്ഞിനൊരു ചിന്ത, അയ്യോ ഇത് ആരാണെന്ന് ചോദിച്ചില്ലല്ലോ പേര്. കൊച്ചു പുറകെ ഓടി വന്നു. ഓടി വന്നച്ചാ നെടുപ്പമുള്ള മനുഷ്യന്റെ കാലയിൽ അടിച്ചു. അടിച്ചപ്പോ അദ്ദേഹം നോക്കി ഉടനെ ഈ 8 വയസ്സുള്ള കൊച്ച് ആ മനുഷ്യന്റെ മുഖത്തോട്ട് നോക്കി ചോദിക്കുക, യേശുവാണോ എന്ന്. അദ്ദേഹം സ്തബ്ധനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ കൊച്ചു പിന്നെയും ചോദിച്ചു, യേശുവാണോ? തിരക്കുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഉടനെ തിരിച്ച് കുഞ്ഞിനോട് ചോദിച്ചു, മോൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഉടനെ ആ കുഞ്ഞ് പറഞ്ഞു, എൻ്റെ അമ്മ എന്നും സന്ധ്യയ്ക്ക് വേദപുസ്തകം വായിച്ച് ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിച്ച് പ്രാർത്ഥിക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ അമ്മ എന്നും എന്നോട് പറയും, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, യേശു. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരാളുണ്ട്, യേശു. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരാളുണ്ട്, യേശു. നമ്മളെ ആശ്ലേഷിക്കുന്ന ഒരാളുണ്ട്, യേശു എന്നും എൻ്റെ അമ്മ എന്നോട് പറയും. ഞാനപ്പോ അമ്മയോട് ചോദിക്കാം, അമ്മേ എനിക്ക് ആ യേശുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഉടനെ അമ്മ എന്നോട് പറഞ്ഞു, ഒരിക്കൽ നീ കാണും. കണ്ണുനീരൊപ്പം ആശ്ലേഷിക്കുന്ന, സ്വാന്തനപ്പെടുത്തുന്ന, കണ്ണീര് തുടയ്ക്കുന്ന ഒരാളെ നീ ഒരു ദിവസം കാണും. ഇന്ന് രാവിലെ ഞാൻ കണ്ടു. അതാ 8 വയസ്സുള്ള കൊച്ചു ചോദിക്ക, യേശുവാണോ എന്ന്. ഞാനും നിങ്ങളും പെന്തിക്കോസ് വന്നിട്ട് 2 വർഷമോ 5 വർഷമോ 8 വർഷമോ 10 വർഷമോ 20 വർഷമോ 30, ഞാനൊരു 33 വർഷത്തോളമായി. എത്ര വർഷമായി? 72. 50 വർഷം കഴിഞ്ഞു. അല്ലേ? നമ്മളെല്ലാം 5, 8, 10, 20, 30, 50 ചില ജനിച്ചതേ ഇതിനകത്താ. ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്, ധാരാളം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ഞാനും നിങ്ങളും പലരും പോയിട്ടുണ്ട്. നല്ലത്. പെട്ടിയായിട്ട് പോയിട്ടുണ്ട്, ബാഗുമായിട്ട് പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തു. ഇന്ന് വരെ എവിടെ വെച്ചെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ യേശുവാണോ എന്ന്? കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ യേശുവാണോ എന്ന്? എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ലെങ്കിൽ ചിലര് വേറെയൊക്കെയാ. ആരും ചോദിച്ചു? നിങ്ങളാരും ചോദിച്ചിട്ടുണ്ടോ യേശുവാണോന്ന്? ഞാൻ ഊതാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 40 കൊല്ലമായിട്ട് ഊതുക. ഇന്ന് വരെ ആരും ചോദിച്ചു? എന്നോട് ചോദിച്ചിട്ടില്ല. മോനോട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ആരും ചോദിച്ചിട്ടില്ല യേശുവാണോന്ന്. നിന്നോട് ചോദിച്ചിട്ടുണ്ട് ലഗിയോനാണോ എന്ന്. ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. നിന്റെ ചിലത്തെ സമയത്തെ സ്വഭാവവും പ്രകൃതിയും കണ്ട് തോന്നിയിട്ടുണ്ട്. ആ നൈറ്റി എല്ലാം എടുത്തു കുത്തി ഇങ്ങനെ നിന്നപ്പോ ചോദിച്ചതാ, നീ മറതായാണോ എന്ന്. ആന മറത കേരളത്തിലൊരു ഭാഷയാ. യോഗം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് വരെ ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കണം.
അതിന് അവസരം ഒരുക്കണം. ഇനിയും സമയമുണ്ട്. സമയമൊന്നും തീർന്നിട്ടില്ല. സമയം തീർന്നിട്ടില്ല. ഞാഗൽ സാഹിബിന്റെ വരികളാ, ശിഷ്യനാകുന്ന എന്നെയും അങ്ങയെ പോലെ ആക്കണം, കുറച്ചല്ല. എന്തുവാ അവിടുത്തെ ദിവ്യ സ്വഭാവം? സ്തോത്രം. ദിവ്യ സ്വഭാവം ശ്രേഷ്ഠമാണ്. ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് സംഭാഷിച്ച സന്ദർഭത്തിൽ എന്ത് മാന്യമായിട്ട് ആ സ്ത്രീയോട് യേശു ഇടപെട്ടത്. അതാ ദിവ്യ സ്വഭാവം. നമ്മളായിരുന്നല്ലോ, നീ പെട്ടെന്ന് വെള്ളം കൊണ്ടുപോയല്ലേ, ഞാൻ നിന്റെ വിഷയമെല്ലാം ഞാനിപ്പോൾ തന്നെ എൻ്റെ മൊബൈലിരിക്കാന്ന് ഓർത്തോണം. ഞാൻ ആദ്യം TS ബാലനോട് പറയും, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുള്ളി എത്തുപോയല്ലോ അല്ലേ. പിന്നെ 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 ആരെ ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയാ? കൂടുതൽ എൻ്റെ ഇടയ്ക്ക് അവളെ പേടിച്ച് വെള്ളമായിട്ട് വരുന്നുണ്ട്. ചാ കുടിക്കച്ചാ. യേശു ആരെയും പേടിപ്പിച്ചില്ല. എന്ത് മാന്യമായിട്ടാ സ്ത്രീയോട് ഇടപെട്ട്. അവിടുത്തെ ദിവ്യ സ്വഭാവം. ഗതസമനെ വെച്ച്, അതുകൂടെ പറഞ്ഞ ആ ഭാഗം വിടാ. ഗതസമനെ വെച്ച് അവിടുന്ന് പിടിക്കപ്പെടുക. പടയാളികളും തീവട്ടിയും പന്തങ്ങളും വാളും വടിയും ചേവകരും എല്ലാം കൂടെ വരിക. അപ്പൊ അതിനു മുമ്പ് പ്രാർത്ഥിച്ചപ്പോ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു. പ്രാണവേദനയിലായി. എനിക്ക് പാടാൻ വയ്യ, എടുത്ത് പാടാങ്കി പാട്. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം. പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം. അതാ കേൾക്കുന്നു ഞാൻ ഗതസമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഗതസമനയിൽ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി വീണു. ഇങ്ങനെ എഴുതിയേക്കുന്ന പ്രാണവേദനയിലായി. അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് പ്രാണവേദനപ്പെട്ട അവിടുന്ന് നിൽക്കുന്നത്. അന്നേരം ഇവരെ വാളും മടിയൊക്കെ ആയിട്ട് കയറി വന്ന് അവിടുത്തെ പിടിച്ചു കെട്ടി. അന്നേരത്തെ ആ ക്ഷിപ്രകോപമോ അന്നേരത്തെ സമ്മർദ്ദം കൊണ്ടോ ഒരുത്തൻ വന്ന് കയറി ഇങ്ങോട്ട് വന്നപ്പം ശിഷ്യന്മാരിലൊരുത്തൻ വാളെടുത്ത് ഒറ്റ വെട്ട്. മൽക്കോസിന്റെ അവൻ വേദനപ്പെട്ട് നിൽക്കുക, ചെവി മുറിഞ്ഞ് താഴെ കിടക്കുകയല്ലേ. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയാണ്. അവിടുന്ന് പ്രാണവേദനപ്പെട്ട് നിൽക്കുക. അന്നേരവും തന്നെ തകർക്കാൻ വന്ന ശത്രുവിന്റെ വേദന പരിഹരിച്ചു കൊടുത്തു. അതാ യേശു. പിടിക്കാൻ വന്നവനാ, പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വന്നവനാ, തകർക്കാൻ വന്നവനാ, ഗുണം പിടിപ്പിക്കാൻ വന്നതല്ല. എന്നാലും ഇങ്ങനെ ആ ശത്രുവാ. അവന്റെ കാതറത്ത് താഴെ ഇട്ടിരിക്കുന്ന അവൻ വേദനപ്പെടുക. അന്നേരം യേശു അവന്റെ വേദന മാറ്റി എടുത്ത് ഫിറ്റ് ചെയ്ത് താൻ പ്രാണവേദനയല്ല നിൽക്കുന്നേ. ഈ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നാം തീച്ചൂളക്കകത്തൂടെ പോകുന്ന പ്രാണവേദനപ്പെടുക, എന്നാലും മറ്റൊരുത്തന്റെ വേദന പറയുമ്പം ഒക്കെ നിങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആത്മനിറമുണ്ടെന്ന് തെളിയുമെന്ന്.
ഞാനോ നിങ്ങളാണ്. പിന്നെ ഞാൻ വേദനപ്പെട്ടിരിക്കുമ്പോഴാണ് നിന്റെ വേദന. പണി നോക്ക്. അതല്ല. അപ്പൊ ആത്മനിറവ് ഞാൻ അധികം വിവരിക്കുന്നില്ല. ആത്മനിറവ്, ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് അങ്ങനെ അറിയുന്നത്. ഈ ആത്മനിറവുള്ള വ്യക്തികളെ കണ്ടാൽ അറിയാം. ഒരു കാര്യം പറയാം, വേലക്കാരുടെ യോഗം കൂടെ ആണല്ലോ, അവർക്ക് നല്ല സംതൃപ്തിയാണ്. ആത്മനിറവുള്ളവർക്ക് എപ്പോഴും തൃപ്തിയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പൗലോസ് പറയാ, താഴ്ചയിലിരിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിലിരിക്കാൻ അറിയാം, ഉള്ള അവസ്ഥയിൽ അലഭാവത്തോടിരിക്കാനും എനിക്കറിയാം. അത് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ എല്ലാം ശീലിച്ചിട്ടുണ്ടെന്ന്. എല്ലാം ശീലിച്ചു. എല്ലാം ശീലിക്കണം. സ്തോത്രം. അതാണ് ആത്മനിറവിന്റെ ലക്ഷണം. എല്ലാം ശീലിക്കണം. നിർബന്ധ ബുദ്ധിയൊന്നും പാടില്ല. ഉള്ള അവസ്ഥയിൽ ശീലിച്ചോണം. അതാ ശുശ്രൂഷ. ആട്ടെ, ഓടിച്ച് ചില മിനിറ്റുകൾ കൊണ്ടുണ്ടല്ലേ, പെട്ടെന്ന് നിർത്താം. 5-ാം അധ്യായത്തിലെ ആത്മനിറവ്. 6-ാം അധ്യായത്തിലെ ആത്മീക പോരാട്ടം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ഇത് എഫെസ്യരോടാണ് ഇത് പറയുന്നത്. നമുക്കറിയാം, എഫെസോസ് സഭയുടെ ആരംഭം അംഗുലീഭരിതമായ ആൾക്കാരാൽ സ്ഥാപിതമായ സഭയാണ് എഫെസോസ് സഭ. ആ സഭയിൽ പൗലോസ് എഫെസോസിൽ വന്ന്, രണ്ടാമത്തെ മിഷൻ യാത്രയിൽ എഫെസോസിൽ വന്ന് ചില ദിവസങ്ങൾ പാർത്തപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് നാളോടെ ഇവിടെ പാർക്കണം. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ഒക്കത്തില്ല, ഞാൻ പോകുക, ദൈവം അനുവദിച്ച പിന്നെ വന്ന് കാണാം. അങ്ങനെ പൗലോസ് എഫെസോസിൽ നിന്ന് പോയി. പൗലോസ് ഇവിടുന്ന് പോയപ്പോൾ അലക്സാന്ദ്രിയക്കാരനായ അപ്പൊല്ലോസ് എന്നൊരുവൻ എഫെസോസിൽ എത്തി. അവനെ പറ്റി എഴുതിയിരിക്കുന്ന നല്ല എരിവുള്ളവനാ. തിരുവെഴുത്തുകളെ പറ്റി വലിയ ഉപദേശപരമായ വിഷയത്തിൽ വലിയ ഗ്രാഹ്യമില്ലെങ്കിൽ എരിവുള്ളവനാ, ആത്മനിറവുള്ളവനാ. അവൻ വന്ന മൂച്ചന് യഹൂദന്മാരുടെ പള്ളിയിൽ കയറി പ്രസംഗിച്ചു. അല്ല, ഈ നാടൻ ഭാഷ പറഞ്ഞാൽ പൊടിപൊടിപ്പം പ്രസംഗം. ഈ പ്രസംഗത്തിൽ അക്കിലാവും പ്രിസ്കില്ലയും ഉണ്ട്. ഇവന്റെ ആ ചടുലതയും നിപ്പും നോട്ടവും പ്രസംഗവും പാഠവും ആ സാമർത്ഥ്യവും വൈഭവവും ആ ഉന്മേഷവും ഒക്കെ കണ്ടപ്പം അക്കിലാവിനും പ്രിസ്കില്ലയ്ക്കും പിടികിട്ടി, ഇവൻ സുവിശേഷവേലയ്ക്ക് കൊള്ളാം. ചിലതിൻ്റെയൊക്കെ നിപ്പും നോട്ടം കാണാൻ പറയാം, ഇത് ഉള്ളുവോ ഇല്ലയോ എന്ന്. ചിലത് മെനക്കേടാ. ആ നോട്ടം വരുമ്പം കാണാൻ ഇത് മെനക്കേട്. ചിലത് പ്രസംഗിക്കാൻ വരുന്ന കയറുമ്പോൾ മെനക്കേട് കേസാന്നല്ലോ കയറി വന്നേക്കുന്നേ. മുഖവര പറയാ ഇത് മെനക്കേടാന്നോ? അല്ല, എൻ്റെ ദൈവത്തിന് സ്വത്രം, ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം മെനക്കേട് കേസാ കയറി വരുന്നത്. അത്ര നീട്ടേണ്ട ഒരു കാര്യമില്ല. അല്ലേലൂയ എന്നങ്ങ് പറഞ്ഞാൽ പോരെ, പറയുകയല്ല. കാവാലത്തിന്റെ പ്രദേശത്ത് നിന്ന് ഈ ഇവിടെ എന്തോ കോടിമതയുടെ പ്രദേശത്ത് വരുവാൻ തക്കവണ്ണം ഒന്നും പറയേണ്ട കാര്യം. കാവാലത്തിൽ നിന്ന് കോടിമതയെ വന്നു, എളുപ്പമാണ്. എന്ത് ചെയ്ത് അത് പറയുകയല്ല. അപ്പൊ ഇവന്റെ ആ ചടലതയും പ്രസംഗവും അപ്പൊല്ലോസിന്റെ ആ വൈഭവം കണ്ടപ്പോ അക്കിലാവിനും പ്രിസ്കില്ലയ്ക്കും പിടികിട്ടി, ഇവൻ വേലയ്ക്ക് കൊള്ളാം. എൻ്റെ ഭാഷയിൽ പറഞ്ഞ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചെന്ന് കൈ കൊടുത്ത്, പേരെന്നാ? പേര് അപ്പൊല്ലോസ്. എവിടാ വീട്? അലക്സാണ്ട്രിയയിലെ. അപ്പൊ അക്കിലാവും പ്രിസ്കില്ലും പറഞ്ഞ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നോന്ന് ചോദിച്ചു. ഇവനും ആരെങ്കിലും അങ്ങനെ ചോദിക്കുമെന്ന് ഓർത്താ ചെന്നേ. നിൽക്കുന്നു. അങ്ങനെ അക്കിലാവും പ്രിസ്കില്ലയും അപ്പൊല്ലോസിനെ ചേർത്ത് നിർത്തി ഉപദേശം പഠിപ്പിച്ചു. അതുകൊണ്ട് അവൻ മിടുമിടുക്കനായി. എൻ്റെ ഭാഷ പറഞ്ഞ പ്രയോജനമുള്ളവരെ ചേർത്ത് നിർത്തിക്കോണം. പാരകളെ ഒന്നും ചേർത്ത് നിർത്തരുത്. എന്നെ വേണ്ട, ഞാൻ പാരയാന്നല്ല, എനിക്ക് വേറെ പ്രവർത്തനം ഉണ്ടല്ലോ. പുള്ളി വന്ന കാലം മുതൽ എന്നെ വിളിക്കുക, അതെവിടെ നിൽക്കട്ടെ. സ്തോത്രം. ടോർപ്പിഡോക്കാരെ ആര്? ഈ അലവാങ്കുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പാര അത്യാവശ്യമാ, പക്ഷെ ഇതിനല്ല. പുസ്തകത്തിൽ വാക്യമുണ്ട്, എല്ലാവരുടെ കയ്യിൽ ഒരേ പാര വേണമെന്ന്. ഇതിനല്ല. സ്തോത്രം. പ്രയോജനമുള്ളവരെ കൂടെ നിർത്തണം, അവർക്ക് ഹെൽപ്പ് ചെയ്യണം. കാരണം അവർ കർത്താവിൽ പ്രസിദ്ധരാകട്ടെ. അവർ മുഖാന്തരം ആയിരങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. അവർ മുഖാന്തരം അനേകർ യേശുവിനെ അറിയട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ. മെനക്കേടിനെ കൂടെ നിർത്തിയാൽ അവസാനം ഈ എൻ്റെ വല്യമ്മച്ചി പറയും, നമുക്ക് ഞാൻ പറഞ്ഞാൽ പിടികിട്ടുമെന്ന് അറിയത്തില്ല. എൻ്റെ വല്യമ്മച്ചി പറയും, എടാ ഇത്തിള് മാവെ പിടിക്കുമ്പോഴേ ഓർത്തോണം, മാവിന് ഗുണം വരുത്താനല്ല.
ഇത്തിള് മാവേ കയറുമ്പോൾ മാങ്ങ കായ്പിക്കാനാണോ? കുഞ്ഞാച്ചാൻ പറയണ സമാധാനം. എന്നിട്ട് ഞാൻ അടുത്ത പോയിന്റ് പറയുന്നുള്ളു. ഇത്തിള് മാവേ പറ്റുമ്പോ ഓർത്തോണം, മാങ്ങ കായ്പിക്കാനാണോ? ഉണക്കാനാ. എന്നാൽ പ്രയോജനമുള്ളവനെ കൂടെ നിർത്തണം. അവൻ കർത്താവിൽ പ്രസിദ്ധനാകും. അവൻ മുഖാന്തരം സുവിശേഷം ശക്തമായിട്ട് അറിയും. ദൈവത്തിന് മഹത്വം. അങ്ങനെ അക്കിലാവും പ്രിസ്കില്ലയും അപ്പൊല്ലോസിനെ കൂടെ നിർത്തി. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് മൂന്നാമത് എഫെസോസിലെത്തി. ശിഷ്യന്മാരെ കണ്ടു. അതാ ഞാൻ പകല് പറഞ്ഞല്ലോ, കൈവച്ച് പ്രാർത്ഥിച്ചു. 12ഓളം പുരുഷന്മാര് സഭ തുടങ്ങി. ഇതാ എഫെസോസ് സഭയുടെ ആരംഭം. ഈ എഫെസോസ് സഭയുടെ ആരംഭമൊക്കെ ശക്തമാ. എഫെസോസിലുള്ളവരോട് പറഞ്ഞ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. 3 വർഷം എഫെസോസ് വേല ചെയ്തു പൗലോസ്. 3 വർഷം. ആ 3 വർഷത്തെ വേല, 2 വർഷം ബൈബിൾ ക്ലാസ്, തുറന്നോസിന്റെ പാഠശാല, 2 വർഷം. അത് ആഴ്ചയിലൊന്നും മാസത്തിൽ 3-മല്ല, ദിനം പ്രതി എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്. തുറന്നോസിന്റെ പാഠശാല 2 കൊല്ലം. അതുകൊണ്ട് സംഭവിച്ചത്, യഹൂദന്മാര് യവനന്മാര് മുഴുവൻ ആൾക്കാരും വചനം പഠിച്ചു. വചനം പഠിക്കണം. 2 വർഷം ബൈബിൾ ക്ലാസ്, 1 വർഷം നല്ലതുപോലെ വർക്ക് ചെയ്തു. പൗലോസിന്റെ ആ ശുശ്രൂഷയുടെ മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. വേലക്കാരുടെ മീറ്റിംഗ് കൊണ്ടാണെന്നല്ലോ മെത്തേഡ്. എല്ലാവരുടെ സുവിശേഷം അറിയിച്ചു. കണ്ടവരോട്, ചന്തസ്ഥലത്ത്, വഴിവക്കത്ത്, പുഴവക്കത്ത്, മെനക്കെടാതെ വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവരോടും വലിയവരോടും. അതാ ശുശ്രൂഷയുടെ രീതി. ഒന്നുകൂടെ പറയാം, കണ്ടവരോട്, ചന്തസ്ഥലത്ത്, വഴിവക്കത്ത്, പുഴവക്കത്ത്, മെനക്കെടാതെ വീട് തോറും രഹസ്യമായിട്ട് പരസ്യമായിട്ട് എല്ലാവരോടും, ചെറിയവരോടും വലിയവരോടും. ഇന്ന് പല ആൾക്കാർ സുവിശേഷം പറയുന്നതൊക്കെ തണ്ടി തിരിഞ്ഞ. രാവിലെ 2 പേര് ബൈക്കിൽ പോയി, 2 പേര് മൈക്ക് സെറ്റുമായിട്ട് പോയി പരസ്യയോഗം, മറ്റവര് ലഘുലേഖ. അപ്പൊ ഞങ്ങളെ പോലുള്ളവർ ചിലപ്പം കാത്തിരിപ്പ് യോഗം, അല്ലെ കൺവെൻഷൻ, എല്ലാവരും വേലയാ. ചിലതൊക്കെ ഈ ടീമർക്ക് ഉണ്ട്, ഗോസ്പൽ ടീം, നല്ല ടീമാ. അങ്ങനെ ഗോസ്പൽ ടീം രാവിലെ സഭയുടെയോ സംഘടനയുടെ സീലടിക്കും, കശാനടിക്കുക. ഇതുമായിട്ട് വേണ്ടേ പോവാൻ? തമ്പിയുടെ ഹൃദയം 1. 2 പകരുന്ന കപ്പൽ. 3 നീ എങ്ങോട്ട്? പണ്ട് എൻ്റെ കൂടെ ഒരു സഹോദരനുമായിട്ട് ഞങ്ങൾ ലഘുലേഖ കൊടുക്കാൻ പോയി. എനിക്ക് പറ്റിയ കുഴപ്പമാണ്. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഒരു വീട്ടിലോട്ട് ചെന്ന് കയറി ലഘുലേഖ കൊടുത്തു. നല്ലൊരു വീട്, ചാരുകസേര കിടക്കുക. അപ്പച്ചൻ ലഘുലേഖ കൊടുത്തോണ്ട് അപ്പച്ചൻ വാഗ്ദാന സൈഡില. അപ്പച്ചൻ മേടിച്ചു പറഞ്ഞു, മോനെ ഇതെന്നതാ ഇതിൽ എഴുതിയേക്കുന്നേ? കുഴഞ്ഞു, വായിക്കാതാ കൊണ്ടുപോയത്. അപ്പൊ കൂടെയുള്ള പറഞ്ഞു, അപ്പച്ചൻ ഞങ്ങൾ വായിച്ചില്ല. നീ വായിക്കാത്തതാന്നോടാ നാട്ടുകാരെ വായിപ്പിക്കാൻ നടക്കുന്നേ, ഓടാന്ന് പറഞ്ഞു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, വായിച്ചേച്ച് ഇനി ആർക്കെങ്കിലും ഉണർവ് കയറി ഇതൊന്നും നോക്കാതെ എടുത്തോണ്ട് അടി. അങ്ങടെ ഒരു തള്ള പാടത്ത് പണിക്ക് പോയതാ, വെളുപ്പാങ്കാലമാ. പഴയ അമ്മമാരില്ലേ, ചട്ട എടുത്തിട്ടോണ്ട് കോളറിട്ട് കണ്ടത്തിലോട്ട് പോകുമ്പോ ഇടാന്ന്. ചെന്നപ്പോ അച്ചായന്റെ ബനിയൻ. നോക്കണ്ടേ ഇത്? ശ്രദ്ധിക്കണം. അപ്പൊ ഇതുമായിട്ട് ഇങ്ങനെ വീടുകൾ കയറുക. അപ്പൊ ചിലര് ഈ ടീം വർക്ക് പ്രവർത്തനം വെച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചില കാര്യം നിങ്ങൾക്കും അറിയാം. ഈ കൂടെ പോകുന്നത് വലിയ വീട് കാണുമ്പം പ്രവർത്തനത്തിന്റെ മെത്തേഡാ, നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം. എന്നാൽ കൂടെയുള്ളൂ അവരൊന്നും നമ്മുടെ കൂടെ വരികയല്ല. നല്ല വലിയ വീടാ, നല്ല ഒരു വന്നാൽ നമുക്കൊരു അസറ്റാ. നമ്മുടെ അവർ തങ്കൂന്റെ കൂടെ പോകുന്നവരെ എന്നാലും നമുക്കൊന്ന് കയറാം. ഓ, പട്ടി കാണും, അങ്ങ് ഉഴപ്പുക, കയറുകയല്ല. എന്നാ വേണ്ട. പിന്നെ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പം അണ്ട പുറമ്പോക്കിലെ പലകയൊക്കെ അടിച്ച് ചാക്കുമൊക്കെ മറച്ച് ചെറിയ വീടുകള് എന്ന് പറയാം, നമുക്കെന്നാ അങ്ങോട്ട് കയറാം. ഓ, അതുങ്ങൾ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല.
നീ പിന്നെ ആരെ ഗുണപ്പെടുത്താൻ നടക്കുക? ഇവര് വന്നാൽ നമുക്ക് അസറ്റാ, പക്ഷെ അവര് വരികയല്ല. മറ്റവര് വരും, ഓ വന്നിട്ട് വലിയ ഇതാണോ ആത്മഭാരം? പൗലോസിനെ കണ്ടുപിടി. കണ്ടവരോടും ചന്തസ്ഥലത്തും വഴിവക്കത്തും പുഴവക്കത്തും മെനക്കെടാതെ വീടുതോടും പരസ്യമായും രഹസ്യമായി ചെറിയവനോടും വലിയവനോടും. അതാ വേല. നന്നായിട്ട് വേല ചെയ്തു, 3 വർഷം വേല ചെയ്തു. അത് കഴിഞ്ഞ് പൗലോസ് എഫെസോസിൽ നിന്ന് പോകാൻ നേരത്തെ ഒരു പ്രസംഗമൊക്കെ നടത്തി. മിലേത്തോസിൽ നിന്ന്, ഇനി ഓടിച്ച് പറയാ, മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തി എന്ന 17-ാം വാക്യം വായിച്ച് 20:17 ചടേന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. പെട്ടെന്ന് അവൻ മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ എൽഡേഴ്സിനെ വരുത്തി എന്ന വായിച്ചേ 17. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ വരുത്തി. മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ എൽഡേഴ്സിനെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ, ഈ മൂപ്പന്മാര് പൗലോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവരോട് പറഞ്ഞ ഭാഗമാണ് അടുത്ത ഖണ്ഡിക. അവരോട് മൂപ്പന്മാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി. ഈ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സഭയിലെ മൂപ്പനല്ല, മൂത്തതാ. കണ്ടമാനം അങ്ങ് മൂപ്പില്ല, അതായിരിക്കും നല്ലത്. അതല്ല, മൂത്തത് വേറെ, മൂപ്പില വേറെ. ഇത് നല്ല മൂപ്പന്മാരെ എൽഡേഴ്സിനെ വിളിച്ചു. അവരവന്റെ അടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ ഭാഗമാണ് അടുത്ത ഖണ്ഡിക. ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയായിരുന്നു എന്നും. പൗലോസ് അവിടെ ആ ശുശ്രൂഷയുടെ വിധം അത് പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. എഫെസോസിലെ ശുശ്രൂഷയുടെ വിധം ഒത്തിരി കാര്യങ്ങൾ നിന്ന് പറയേണ്ടതാ. ഒന്ന്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു. അതാ ശുശ്രൂഷ. കഷ്ടതയെല്ലാം തീർന്നേച്ചല്ല കർത്താവിനെ സേവിക്കുന്നത്, കഷ്ടതയോട് കൂടെ അവനെ സേവിക്കണം. പുതിയ ഉപദേശക്കാര് പറയുന്നത് യേശുവിനെ അറിയുമ്പോ കഷ്ടമല്ല. മിക്കവാറും കർത്താവ് തന്നെ പറഞ്ഞത് ഇതാ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം. അന്നേരം ഇവന്മാര് കോട്ടയത്തും കോഴിക്കോടും കോടിമതിലെല്ലാം കിടന്ന് പറയാ കഷ്ടമെല്ലാം പോയി. മട്ട് പറയുന്നു വട്ടാന്ന്. ടിപിഎംകാര് പാടുന്നൊരു പാട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ, എന്നൊരു ചെയ്ത ജയവീരനൻ കൂടെയുള്ളതിനാൽ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ, എന്നൊരു ചെയ്ത ജയവീരനൻ കൂടെയുള്ളതിനാൽ. സ്വർഗ്ഗ സീയോൻ പുരിയിലെത്തി തരുമനാകരുമോ, സ്വർഗ്ഗ സീയോൻ പുരിയിലെത്തി തരുമനാകരുമോ. വാണിടുക നാളിനാക നോക്കി പാടുന്നേ, വാണിടുക നാളിനാക നോക്കി പാടുന്നേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടും, ഓ എന്നൊരു ചെയ്ത ജയവീരനൻ കൂടെ. ലോകത്തിൽ കഷ്ടമുണ്ട്. പൗലോസ് പറയാ, കഷ്ടങ്ങളോടുകൂടെ ഞാൻ കർത്താവിനെ സേവിച്ചു. നിന്ന് പറയേണ്ട ഭാഗങ്ങൾ ധാരാളമുണ്ട്. വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ കർത്താവിനെ സേവിക്കുന്നത് ഒന്ന് കഷ്ടങ്ങളോട് കൂടെയാ. കഷ്ടത ഒരു വരമാണ്. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. കഷ്ടത ഒരു അല്ല, വ്യാജ നിന്നെടുത്ത് അമ്മാനമാടുന്നൊന്നും പറയരുത്. ഇത് ചില ബന്ധനങ്ങളാണ്. പ്രവാചകന്മാരും കുറെ പ്രവാചകന്മാരും ഒക്കെ രാവിലെ കട്ടപ്പുറത്ത് മുണ്ടിയിരിക്കുമ്പോൾ വായുവായിട്ട് ഇറങ്ങും. ചില വിഷയങ്ങളുണ്ട്. ഓ, എവിടാ വിഷയമില്ലാത്ത? കാടടച്ച് വെടിവെക്കരുത്. ഇപ്പോഴത്തെ ചില മാനസിക പ്രയാസമുള്ളവരെ കാണുന്നു. മുഴുവനെണ്ണോ അതാ, ചിലരാന്നോ ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം മട്ടാന്ന്. ഇവിടെ പുസ്തകം അങ്ങനെ പഠിക്കുന്നത് സകല മനുഷ്യന്റെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ടെന്ന്. കാടടച്ചവിടെ കടഭാരത്താൽ വലിക്കുന്ന ചിലരെ കാണുന്നു. മുഴുവനെണ്ണം കടം മേടിച്ച് അയൽക്കൂട്ടത്തിൽ നിന്ന് വരെ കടമെടുത്തിരിക്കുക. അതിന് ആ സഭായത്തിന് നേരത്തെ വന്നിക്കോ, ഞാൻ പോവാ, പക്ഷെ അയൽക്കൂട്ടത്തിൽ പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കുകയല്ലെന്ന്. പെണ്ണുങ്ങളെന്നെ ഭർത്താക്കന്മാരും പറയാം, നീ ഒരു 25,000 എടുത്തോണ്ട് പാടിയെന്ന്. കുഞ്ഞുമനച്ചാനെല്ലാം പറഞ്ഞതാണ്. അത് ആരാ കടമില്ലാത്ത ആരാ? ചുമ്മാ കാടടച്ച് വെടിവെക്കരുത്.
ശാരീരിക ക്ഷീണമുള്ള ചിലർ ആത്മാവ് കാണുന്ന ഏതിനാ ഇല്ലാത്ത? ഇപ്പൊ കൊണ്ട് പരിശോധിച്ച ഒരു 50 ലക്ഷം രൂപയുടെ രോഗമുണ്ട്. കാടടച്ച് പിടി വെക്കരുത്. കഷ്ടത ഒരു വരമാണ്, ഇതൊരു കൃപയാ. ആട്ടം വിവരിക്കുന്നില്ല. പൗലോസ് അവിടുത്തെ ശുശ്രൂഷയുടെ മെത്തേഡാ. ഒന്ന്, കഷ്ടതയോടുകൂടെ കർത്താവിനെ സേവിച്ചു. ഇനി ആ 24 വാക്യം ചടയെന്ന് വായിച്ചേ, പെട്ടെന്ന് നിർത്താം. ചടയെന്ന് വായിച്ചേ 24 വാക്യത്തിൽ 2 വിഷയം. എല്ലാം പറയാൻ നേരമില്ല. 24:2. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി രണ്ട് ശുശ്രൂഷകയുടെ രണ്ടാമത്തെ എങ്ങനാ? പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണരുത്. നിന്റെ പ്രാണൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചേക്കണം. ചിലപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കഴുത്ത് വെട്ടും, സ്തോത്രം പറഞ്ഞങ്ങ് പൊക്കോണം. പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണരുത്. 3, ആ 24 വാക്യത്തിൽ ശുശ്രൂഷ തികയ്ക്കണം. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം. എനിക്ക് നിങ്ങൾക്കും ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. അത് തികച്ച് ഇവിടുന്ന് പോകാവൂ. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് തികപ്പിക്കും. നിന്റെ ശുശ്രൂഷ തികയ്ക്കത്തില്ല. നിന്നെ ചെല്ല് പറയുന്നത് എന്നെ പറ്റി പറഞ്ഞ് എന്തോ പിന്നെ വീടും മറന്നുപോയി. കളത്തിന്ന് ഔട്ടായെന്ന്. എടാ പോടാ. ആരുടെ കളത്തിന്ന്? നിന്റെ ആന്നോ കളം? നിന്റെ ആന്നോ കളം? കളമൊരിക്കാതെ അവിടുന്നല്ലേ? അവിടുന്ന് അനുവദിക്കാതെ നിന്നെ ഔട്ടാക്കുവോ? നീ എന്നേ ഔട്ടായി കിടക്കുക. അടിച്ച ഗോളെല്ലാം പോസ്റ്റിന് വെളിയില്ല. നിന്നെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ അവിടുന്ന് അനുവദിക്കാതെ ഒരുത്തനെ നിന്നെ തോടുകയല്ല. അവിടുന്ന് അനുവദിക്കാതെ ഒരുത്തനെ നിന്നെ കൈവെക്കത്തില്ല. കർത്താവല്ലേ പറഞ്ഞേ, ഞാൻ പകൽ സമയമൊക്കെ ദൈവാലയത്തിൽ വന്ന് നന്നായിട്ട് പ്രസംഗിച്ചു, നിങ്ങൾ എന്നെ അന്നേരം എന്നെ പിടിക്കാഞ്ഞേ? ഞാൻ ദൈവാലയത്തിൽ പകൽ സമയമൊക്കെ വന്നല്ലോ, നിങ്ങൾക്ക് എന്നെ പിടിക്കരുതായിരുന്നോ? പിന്നെ നിങ്ങൾ ഈ പാതിരാത്രിക്ക് പമ്മി വടിയായിട്ട് നീ എന്തിനാണ് പാത്തിരുന്നിട്ട് ഓർപ്പിടോ വെക്കുന്നേ? തൻ്റെ ഇടം കൊണ്ട് നേരെ മുന്നോട്ട് വാ. അല്ലേ മര്യാദ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? അത് ചുമ്മാ ചിരിച്ചിരിക്കുകയാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ, അതറിഞ്ഞാ മതി. സ്തോത്രം. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവം തികയ്ക്കും. അതിനിപ്പുറമായിട്ട് ആര് നിനക്കെതിരെ കരുക്കളൊരുക്കിയാലും, ആര് തന്ത്രങ്ങൾ മനഞ്ഞാലും, അണിയറകളിൽ ആര് വൈതരണി ഒരുക്കിയാലും അടിച്ച് ദൈവം തകർത്ത് കളയും. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവം നിവർത്തിപ്പിക്കും. ശുശ്രൂഷ തന്നത് ദൈവമാ. അങ്ങനല്ലയോ പൗലോസ് പറഞ്ഞത്? അവൻ ഞങ്ങള് പുതിയ നിയമത്തിന് ശുശ്രൂഷകന്മാരാക്കി. ആയതല്ല, അവിടുന്ന് നിന്നെ ആക്കിയതാ. അവിടുന്ന് അനുവദിക്കാതെ ഒരുത്തനും നിന്നെ കൈവെക്കത്തില്ല. പൗലോസിന്റെ ആഗ്രഹം അതാ. ഒന്ന്, സ്തോത്രം, കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു. 2, പ്രാണന വലുതായിട്ടൊന്നും എണ്ണുന്നില്ല. 3, ശുശ്രൂഷ തികയ്ക്കണം. വേലക്കാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങനെ പോലെ ശുശ്രൂഷ 27 വാക്യം 27 ഓടിച്ചു പറയാം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ. അടുത്തത്, ഒന്നും മറച്ചു വെക്കരുത്. ഏത് പൊന്നുമോൻ ഇരുന്നാലും കാര്യം തീർത്ത് പറയണം. എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. കൊലകൊമ്പൻ ഇരുന്നാലും നിന്നെ ഏൽപ്പിച്ച കാര്യം നാളെ വിളിക്കുവോ വിളിക്കാതിരിക്കുക പോടാന്ന് പറയണം. എന്നോട് ഇരിക്കരുത് അച്ഛാ, എല്ലാം ഒന്നും പറയരുത്. നമുക്ക് സ്റ്റേജ് നോക്കണം. നിന്നെ പ്രസവിച്ചിട്ടത് സ്റ്റേജിലാണോ? ഇത് സ്റ്റേജ് ഒന്നുമല്ല വിഷയം. എടാ, സ്റ്റേജ് ഇല്ലെങ്കിൽ ആ നാടകം കവലയുടെ അവിടെ മൂലയ്ക്ക് എങ്ങാൻ നിന്ന് 2 വാക്യം വിളിച്ച അത് സ്റ്റേജാ? അന്ന് സ്റ്റേജാ അല്ലേ? പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്.
ഒന്ന് കഷ്ടങ്ങളോട് കർത്താവിനെ സേവിച്ചു, 2 പ്രാണന് വിലയേറതായിട്ട് എണ്ണുന്നില്ല, 3 ശുശ്രൂഷ തികയ്ക്കണം, 4 പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാം. വിവരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഇനി 31-ാം വാക്യം വായിച്ച അടുത്ത പോയിന്റ്. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത്. കണ്ണുനീര് വാർത്ത് വേണം ശുശ്രൂഷ ചെയ്യാൻ. ലാഘവബുദ്ധിയോടെ, അലസതയായിട്ട്, ഉദാസീനതയോടെ പ്രാർത്ഥിക്കത്തുമില്ല, പാടത്തുമില്ല, ഉപവസിക്കത്തുമില്ല, ആരാധിക്കത്തുമില്ല, ജാഗരിക്കത്തുമില്ല. രാവിലെ അങ്ങനെ ശുശ്രൂഷ. അത് കേൾക്കുമ്പോൾ പറയാ ഇവൻ പ്രാർത്ഥിക്കുന്നതിനാണോ ഇല്ലയോ എന്ന്. കണ്ണുനീര് പൊടിച്ച വേല വിവരിക്കുന്നില്ല. ഇനി അതിന്റെ 33-ാം വാക്യം വായിച്ചേ. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. അതാ ശുശ്രൂഷ. അല്ലാതെ അവന്റെ പോക്കറ്റ് ഇരിക്കുന്നത് എന്റെ ബാഗിനകത്ത് വരണം. അതാണ് ശുശ്രൂഷ. എങ്ങനെ അവനെ കമത്തി അടിക്കാം, ഇവനെ വേരോടെ പിടിതെടുക്കാൻ എന്നാണ് ഹരിപ്രസാദ്. അങ്ങനെ തന്നെ പറയാം. കാശ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് കേൾക്കുന്നു, നമുക്ക് പുള്ളിയെ അടിയോടെ പിഴുത് പോടാ എന്ന് പറഞ്ഞ് നീ കൂടെ വാടാ, നമുക്ക് ഇപ്പം പമ്മി നിൽക്കുന്നതാ. അനിയനെയും കൂടെ വിളിച്ചു, നീ കൂടാ, കുഞ്ഞുട്ടിയും കൂടെ വാടാ. എന്നിട്ട് വന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുള്ളീനെ ഒതുക്കാം. എന്നുവെച്ചാൽ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഭയങ്കര മോഹമാണ്. ഒന്നുകൂടെ വായിച്ചോ വാക്യം, അതിനകത്ത് ദൂതുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ഇങ്ങോട്ട് വെക്കേ. നമ്മുടെ സഭയുടെ പേരെന്നാ? എന്താ? PMI. കാശ് മോഹിച്ച് PMI വന്ന് ചേരരുത്, നിന്റെ അടിച്ചില് തെയ്യം അളക്കും. പണം മോഹിച്ച്, കാശ് മോഹിച്ച്, നല്ല പതാപ്പാടാ, വാടാ, നല്ല പതാപ്പാ. നീ ദൈവത്തിന്റെ ശുശ്രൂഷയാന്ന് പറഞ്ഞ് നിന്നാൽ ഇതുപോലത്തെ 50 ഹരിപ്രസാദനെ ഇറക്കാൻ ദൈവത്തിന് കഴിയും. ഒന്നും മോഹിക്കരുത്. വെള്ളി പൊന്നു ഒന്നും ഞാൻ ദൂതായി പറയുന്നത്, ഒന്നും മോഹിക്കരുത്. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്തോ. പഴമക്കാരൊരു പഴഞ്ചൊല്ലി പറയലേ, കാത് കുത്തിയോൻ പോയ കടുക്കനിട്ടവൻ വരുവടാ. സ്തോത്രം. ഒരു വഴി അടച്ചാൽ 9 വഴി ദൈവം തുറക്കും. ദൈവത്തിന്റെ വഴി നമുക്കാർക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ വാക്കങ്ങ് നിർത്തുക. സ്തോത്രം. ഒടുവിൽ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുത്ത് പഠിക്കുക. കൊടുക്ക്, നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ഒടുവിൽ കർത്താവിനും അമിതപരത്തിൽ ശക്തിപ്പെട്. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവർക്കും കൂടെ അറിയാവുന്ന ഒരു പാട്ടിന്റെ പാടി. ഇതാണ് നമ്മളെ ഇടയ്ക്ക് ഇവർക്കും അറിയാൻ മേലത്താക്കല്ലേ പാടി. ഇപ്പൊ ഇവർക്കൂടെ അറിയാവുന്ന പാടി അല്ലെ. അവർ യോഗം കഴിഞ്ഞ് പറയും, നാട്ടിൽ കേൾക്കാത്ത ഏതാണ്ട് പാട്ടല്ല അയാൾ പാടി വെച്ച് കുഞ്ഞോനും ഇരുന്ന് ഊതുന്ന കണ്ട്, ബിജു എഴുതാണ്ട് ഏതാണ്ട് പാടുന്ന കണ്ട്, അമ്മക്ക് ആർക്കും ഒന്നും അതൊക്കെ അല്ലേലും എന്തേലും ഒക്കെ പറയുമെന്ന് എനിക്കറിയാം. നമുക്കൊരു അറിയാവുന്നൊരു പാട്ട് പാടാം. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആമേൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ഓ ആത്മദായക കൈയടിച്ച് ആത്മദാനങ്ങൾ പകരണമേ. ചേർന്ന് പാടാം.
കാണുവാൻ ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ ഓ എന്നെ സ്വഭാവം പകരണം ഓ എന്നെ സ്വഭാവം ഒടുവിൽ കർത്താവിനും ഓട്ടം ദൈവശക്തിയുടെ വ്യാപാരം ദൈവത്തിന്റെ വ്യാപാരം ദൈവം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് പകലും വൈകിട്ടും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും എല്ലാ കൂട്ടുവേലക്കാർക്കും നന്ദി, ഗായകർക്കും സംഗീതക്കാർക്കും നന്ദി. ഒരപേക്ഷ, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനി ഓരോ ജോടും വെക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആവശ്യമാണ്. രഹസ്യ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ഒക്കുന്നെങ്കിൽ സഭയായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും